ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണ്, വിച്ച് മീൻസ് എ സിമ്പിൾ മാരത്തോൺ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, സ്പെഷ്യൽ ടോപ്പിക്സ് ആൻഡ് കറണ്ട് അഫെയേഴ്സ്, ഈ 5 സെക്ഷനാണ് നിങ്ങൾക്ക് ഇന്ന് മെയിനായിട്ട് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇതിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. എല്ലാ ഭാഗവും ടച്ച് ചെയ്ത് പോകാനായിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. എന്നാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്കൊരു 10-15 മാർക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ PSC ഇതുവരെ ഒഴിവാക്കാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ലൈഫ് ട്രാക്കിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് PSCയുടെ SSCയുടെ ഏതെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസേൺ ടീമിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് മെയിൽ ത്രൂവോ വാട്സാപ്പ് ത്രൂവോ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കൺസേൺ ടീം നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും ആണ് നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് മക്കളെ. അപ്പോൾ നമുക്ക് ആദ്യം ഹിസ്റ്ററിയിലേക്ക് കിടക്കാം. ഹിസ്റ്ററിയിൽ ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള ഏതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. റിവോൾട്ട് ഓഫ് 1857 ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ഡേറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. 1857 മെയ് 10 മീററ്റിൽ വെച്ചിട്ടാണ് ആ സ്ഥലവും നിങ്ങൾ പഠിക്കുക. മീററ്റിൽ വെച്ചിട്ടാണ് ഈ ഒരു റിവോൾട്ട് പൊട്ടിപ്പുറപ്പെട്ടെ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയാനുള്ളത്, ഈ ഒരു ഭാഗത്തു നിന്ന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യം, സമര നേതാക്കളും അതിൻ്റെ സ്ഥലങ്ങളും കേന്ദ്രങ്ങളുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഡൽഹി ആരുടെ കേന്ദ്രമായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡിന്റെ ആയിരുന്നു അല്ലേ. അതുപോലെ കാൺപൂരിന്റെ ആരായിരുന്നു? നാനാ സാഹിബും താന്തിയ തോപ്പിയായിരുന്നു നയിച്ചിട്ടുണ്ടായിരുന്നത്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായിയുടെ ശരിക്കുള്ള പേരെന്താണ് മക്കളെ? മണികർണിക എന്നാണ് പേര് വരുന്നത് അല്ലെ. ലക്നൌവിൽ ആരായിരുന്നു? ബീഗം ഹസ്രത് മഹാൽ. ബീഹാറിൽ ആരായിരുന്നു? കൻവർ സിംഗ്. ഈ നേതാക്കളുടെ പേരും അവർ നയിച്ചിരുന്ന കേന്ദ്ര സ്ഥലങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം. ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു മക്കളെ? ഈ ഒരു 1857 കലാപത്തില് മംഗൽ പാണ്ഡെയാണ് അല്ലെ. ഓക്കെ, ഇനി ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കർ ആണ് അല്ലെ. ഇനി ഈ സമരസമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ആരാ മക്കളെ? കാനിങ് പ്രഭു ആണ്. ഇത്രയും കിട്ടിയില്ലേ? ഓക്കെ അല്ലടാ. ഇനി ഝാൻസി റാണി ഈ ഒരു സമരം നടത്താൻ പ്രധാനമായിട്ടുള്ള കാരണം എന്തായിരുന്നു? ദത്താവകാശ നിരോധന നിയമമായിരുന്നു അല്ലെ. ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ആ ഒരു സംഭവമായിരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഹിസ്റ്ററി വിഭാഗത്തിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിയൻ യുഗം എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC ആൻഡ് ഗാന്ധിയൻ ഇറ അല്ലെ. ഈ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ പറഞ്ഞുതരാൻ പോകുന്നത്. INC രൂപീകരണത്തിന്റെ വർഷം 1885 ഡിസംബർ 28 മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജാണ്. ആ ഒരു സ്ഥലം നിങ്ങൾ മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് എന്ന് ഫുള്ളായിട്ട് പഠിച്ചില്ലേ? മുംബൈ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ഓർത്ത് വെക്കാനായിട്ട് പഠിക്കാം. സ്ഥാപകന്റെ പേര് ഹ്യൂം എന്നാണ് പേര് വരുന്നത്. ആദ്യത്തെ പ്രസിഡന്റിന്റെ പേര് WC ബാനർജി. രൂപീകരണ സമയത്ത് വൈസ്രോയ് ഡഫ്രിൻ പ്രഭു ആണ്. ഇത് ഒറ്റയടിക്ക് പഠിച്ചടാ. സ്ഥാപകൻ എയോ ഹ്യൂം, ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി, രൂപീകരണ സമയത്ത് വൈസ്രോയ് ആരാണ്? ഡഫ്രിൻ പ്രഭു. ഇത് 3 പെട്ടെന്ന് പഠിച്ചില്ലേ? ഇനി ഞാൻ വേറെ 1-2 കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബെസന്റ് ആണ്. ആരാണ്? ആനി ബെസന്റ് ആണ്. ഇനി ഇന്ത്യയിലെ വനിതാ പ്രസിഡന്റ് ആരാണ്? ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? സരോജിനി നായിഡു ആണ് അല്ലെ. സരോജിനി നായിഡുവിന്റെ പ്രത്യേകത എന്താണ്? നൈറ്റിംഗലെ എന്നറിയപ്പെടുന്നത് അല്ലെ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ആരാണ്? സരോജിനി നായിഡു ആണ്. ഓക്കെ അല്ലേ. ഇനി ഗാന്ധിജിയുടെ പ്രധാന സമരങ്ങൾ ക്രമത്തിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്, ക്രൊണോളജിക്കൽ ഓർഡറിൽ കൊടുക്കാനായിട്ട് പറയാറുണ്ട്. അത് നമുക്ക് അടുത്തത് നോക്കാം. ഗാന്ധിജിയുടെ പ്രധാന സമരങ്ങളൊന്ന് പെട്ടെന്ന് പഠിച്ചേടാ. ചമ്പാരൻ സത്യാഗ്രഹ ഏതാ വർഷം? 1917. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹ. ഓക്കെ അല്ലേ. അഹമ്മദാബാദ് മിൽസ് സമരം 1918. ആദ്യ നിരാഹാര സമരമാണ് ഗാന്ധിജിയുടെ. കേദാ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ്? അതും 1918 തന്നെയാണ്. ആദ്യ നിസ്സഹകരണ സമരമാണ്. നിരാഹാര സമരവും നിസ്സഹകരണ സമരവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. അഹമ്മദാബാദ് മിൽ സമരമാണ് ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം. കേദാ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ നിസ്സഹകരണ സമരം. ഓക്കെ അല്ലടാ. ഇനി നിസ്സഹകരണ പ്രസ്ഥാനം സ്ഥാപിച്ച എന്നാണ്? 1920 അല്ലേ. ഇനി ചൗരി ചൗര സംഭവത്തെ തുടർന്ന് 1922 അത് പിൻവലിച്ചത്. സിവിൽ നിയമന ലംഘന
പ്രസ്ഥാനം, ദണ്ഡിയാത്ര, ഇതൊക്കെ എപ്പോഴായിരുന്നു? 1930 അല്ലേ? ഓക്കെ അല്ലേ? ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ട് ഗാന്ധിജി കൊടുത്തത് എവിടെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ്. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലടാ. ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹിക നവോത്ഥാനം എന്ന് പറയുന്ന ഭാഗമാണ് അല്ലേ? സോഷ്യൽ റിനൈസൻസ് ഇൻ കേരള. അതായത് ഫയർമാൻ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് എന്തായിരിക്കും? ഈ ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് എന്തായാലും റിനൈസൻസ് ഒഴിവാവില്ല, അത് ഉറപ്പാണ് മക്കളെ. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് നവോത്ഥാന നായകന്മാർ ഞാൻ പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിന്റെ ഭാഗത്ത് നിന്ന് എന്താ ചോദിക്കുക? അരുവിപ്പുറം പ്രതിഷ്ഠ 1888 ആ ഒരു സംഭവം ചോദിക്കും. ചെമ്പഴന്തിയിലാണ് ആള് ജനിച്ചത്. മതഭേദം മതദ്വേഷം എന്ന വരികൾ കുറിച്ചത് അരുവിപ്പുറം പ്രതിഷ്ഠയിലാണെന്നുള്ളത് ഓർക്കുക. പിന്നെ SNDP രൂപീകരണം 1903, ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. ഈ ഒരു ശ്രീനാരായണ ഗുരുവിന്റെ അത്യാവശ്യം പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത നവോത്ഥാന നായകരെ നോക്കാം. അടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. ആളുടെ പ്രധാന കൃതികൾ പ്രപഞ്ചന രൂപണം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. കൂടുതലായിട്ടും ചട്ടമ്പി സ്വാമികളുടെ ഭാഗത്ത് നിന്ന് കൃതികളാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൃതികൾ മാത്രം കൊടുത്തിട്ടുള്ളത്. ചട്ടമ്പി സ്വാമികളുടെ എന്താ പറയുക, ചെറുപ്പകാലത്ത് വിളിക്കുന്ന പേര്, അതുപോലെ ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം, ഇതറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയുമെന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇനി അടുത്തത് നമുക്ക് നോക്കാം. അയ്യങ്കാളിയുടെ പ്രത്യേകത എന്താണ്? വില്ലുവണ്ടി സമരം 1893 പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു സമരമായിരുന്നു എന്ത്? വില്ലുവണ്ടി സമരം. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചതാരാണ്? അയ്യങ്കാളിയാണ്, 1907. അതുപോലെ വേറൊരു കാര്യം കൂടെ അയ്യങ്കാളി ചെയ്തിട്ടുണ്ടല്ലോ. പ്രശസ്തമായ കല്ലുമാല സമരം സ്ഥാപിച്ചതാരാണ്? കല്ലുമാല സമരം നയിച്ചതാരാണ്? അതും അയ്യങ്കാളിയാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ആരെയാണ്? അയ്യങ്കാളിനെയാണ്. ഓക്കെ അല്ലടാ? കുറച്ച് പോയിന്റ്സ് കിട്ടിയില്ലേ? ഇനി അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാന നവോത്ഥാന നായകന്മാരാരൊക്കെയാ? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? സമത്വ സമാജമാണ്. വാഗ്ഭട്ടാനന്ദന്റെ പ്രത്യേകത എന്താണ് മക്കളെ? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭട്ടാനന്ദനാണ്. പണ്ഡിത്ത് കറുപ്പന്റെ പ്രത്യേകത എന്താണ്? ജാതിക്കുമ്മി എന്ന പ്രശസ്തമായ കൃതി രചിച്ചതാരാണ്? പണ്ഡിത്ത് കറുപ്പനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു സംഭവം ചോദിക്കട്ടെ മക്കളെ. മിശ്രഭോജനം എന്ന സംഭവവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നവോത്ഥാന നായകൻ ആരാണ്? മിശ്രഭോജനം ഒന്ന് കമന്റ് ചെയ്തേ, നിങ്ങൾക്ക് അറിയോ നോക്കട്ടെ. മിശ്രഭോജനം എന്ന പ്രശസ്തമായ സംഭവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ നാലാമത്തെ ടോപ്പിക് ആയിട്ടുള്ള കേരളത്തിലെ പ്രധാന സമരങ്ങളാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മേജർ റിവോൾട്ട്സ് ആൻഡ് മൂവ്മെന്റ്സ് ഇൻ കേരള. ബ്രിട്ടീഷ് ഭരണത്തിനും ജാതി വ്യവസ്ഥയ്ക്കും എതിരെ കേരളത്തിൽ നടന്ന പോരാട്ടങ്ങളാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കുണ്ടറ വിളംബരം അല്ലെ? വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ നടത്തിയ വിളംബരമായിരുന്നു. അത് ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കീഴിലായിരുന്നു? കീഴിലെ ദിവാനായിരുന്ന വ്യക്തിയായിരുന്നു ഈ ഒരു വേലുത്തമ്പി ദളവ എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? അവിട്ടം തിരുനാളിന്റെ കീഴിലാണ് ഈ ഒരു ദിവാൻ ഉണ്ടായിരുന്നത് അല്ലെ? ഇനി പഴശ്ശി സമരങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ മക്കളെ? വയനാടൻ കാടുകൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ് നടത്തിയ ഗറില്ല യുദ്ധങ്ങൾ, ആ ഒരു യുദ്ധമുറയുടെ പേര് പഠിക്കണം കേട്ടോ. പഴശ്ശി സമരങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗറില്ല യുദ്ധങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലേ? പിന്നെ വൈക്കം സത്യാഗ്രഹ, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. 2024 100 വർഷം തികയുന്ന പ്രശസ്ത സമരം ഏതായിരുന്നു? വൈക്കം സത്യാഗ്രഹമാണ് അല്ലേ? ക്ഷേത്ര റോഡുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരമായിരുന്നു. ഗാന്ധിജിയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ഏതാണ് മക്കളെ? ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം ആവശ്യപ്പെട്ട് നടന്ന സമരമായിരുന്നു. കേളപ്പൻ നിരാഹാരം അനുഷ്ഠിച്ച് നടന്ന ഒരു സമരമായിരുന്നു എന്ത്? ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് അല്ലെ? ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഒപ്പുവെച്ചതായിരുന്നു എന്ത്? ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പൊ ഇങ്ങനെ നമ്മുടെ അടുത്ത് ചോദിക്കും, ക്ഷേത്രപ്രവേശന വിളംബരം ഏത് തിരുവിതാംകൂർ രാജാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേട്ടോ. പിന്നെ മലബാർ കലാപം 1921 നോക്കി വയ്ക്കുക. വാഗൻ ട്രാജഡി 1921 തന്നെയാണ് ഇതിന്റെ ഭാഗമായി നടന്ന ദാരുണ സംഭവമാണെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ ഇനി തിരുവിതാംകൂർ തിരുവിതാംകൂർ സംഭവമായിട്ട് അല്ലെങ്കിൽ ആ രാജാക്കന്മാരുടെ ഹിസ്റ്ററിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ട്രാവൻകൂർ കിങ്സിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. 8 വീട്ടിൽ പിള്ളമാരെ വധിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്.
മാർത്താണ്ഡവർമ്മ ആണ് ഇത് ആദ്യമായൊരു ഏഷ്യൻ എന്താ പറയാ ശക്തി ഡച്ച് യൂറോപ്യൻ ശക്തിയെ തോൽപ്പിച്ചത് ഏത് യുദ്ധമാണ് മക്കളെ? നിങ്ങൾക്കറിയാൻ പറ്റുമോ? കുളച്ചൽ യുദ്ധമല്ലേ? 1941 നടന്ന കുളച്ചൽ യുദ്ധമല്ലേ? അത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച് ഡിലനോയ് എന്ന് പറയുന്ന ആളെ, അതായത് ഡച്ചിലത്തെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഡിലനോയിനെ നമ്മുടെ സൈന്യത്തിൽ ചേർക്കുകയും നമ്മുടെ സൈന്യത്തിന് പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ആൾ അടിമയായിട്ട് കൂടിയൊരു സംഭവമാണ് എന്ത് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. പിന്നെ ഏതാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? അടിമത്തം നിർത്തലാക്കിയ തിരുവിതാംകൂർ കിങ് ആരാണ്, അല്ലെങ്കിൽ രാജ്ഞി ആരാണ്? സേതു ലക്ഷ്മിബായി അല്ലേ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. റാണി സേതു ലക്ഷ്മിബായി, പാർവതിബായി, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ? പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ട എന്തായിരുന്നു? പത്മനാഭദാസന്മാർ അറിയപ്പെടുന്നതിന്റെ കാരണം എന്തായിരുന്നു? അതെന്താ സംഭവം? പത്മനാഭസ്വാമിയായ ദാസന്മാർ എന്നറിയപ്പെടാനുള്ള കാരണം അത് തൃപ്പടിദാനം അല്ലേ? പത്മനാഭസ്വാമിക്ക് നമ്മുടെ രാജ്യം സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു റിച്വലാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത് അല്ലേ? അതിലൂടെ നമ്മൾ പത്മനാഭദാസന്മാരെന്ന് തിരുവിതാംകൂർ രാജാക്കന്മാരെ അറിയപ്പെട്ടു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. അപ്പം ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് ടോപ്പിക്ക് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിക്കണം, സെൽഫായിട്ടും പഠിക്കണം. ഞാൻ പറഞ്ഞു പോകുന്ന ഒരു പോയിന്റ്സ് നിങ്ങൾ അറിഞ്ഞു വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു പോണേ. ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് ഓക്കെ മക്കളെ, അടുത്തത് യൂറോപ്യന്മാരുടെ വരവും ആധുനിക തിരുവിതാംകൂറും. ഓക്കെ അല്ലേ? യൂറോപ്യന്മാരുടെ വരവ്. വാസ്കോഡ ഗാമ 1948 മെയ് 20 കോഴിക്കോട്ടെ കാപ്പാട് തീരത്തിറങ്ങി. ആദ്യമായി വന്ന യൂറോപ്യൻ ശക്തി ഏതാണ്? പോർച്ചുഗീസുകാരാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമായി വന്ന വിദേശികൾ ആരാന്ന് ചോദിച്ചാൽ ആരാ മക്കളെ? അറബികളാണ് അല്ലെ? യൂറോപ്യന്മാർ ആരാണെന്ന് ചോദിച്ചാലാണ് വരുന്ന ഉത്തരം വരുന്നത് പോർച്ചുഗീസുകാർ വരുന്നത്. ആദ്യം വന്നതും അവസാനം പോയതുമായിട്ടുള്ള യൂറോപ്യൻ ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ അതും പോർച്ചുഗീസുകാരാണ്. ആദ്യത്തെ വിദേശികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാറി. അവിടെ ആരാണ് ആൻസർ വരുന്നത്? അറബികളാണ്. അവസാനമായി ഇന്ത്യ വിട്ടു പോയത് യൂറോപ്യൻ ശക്തികൾ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാരാണ്. ഓക്കെ, ആ ഒരു പോയിന്റ് നോക്കി വെക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുളച്ചൽ യുദ്ധം 1741 അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ. സോറി, ഞാൻ നേരത്തെ 1900 എന്ന് പറഞ്ഞല്ലേ, ഒരു കുട്ടി കമന്റ് പറഞ്ഞേ. 1741. ഓക്കെ, 1741 ഈ ഒരു കുളച്ചൽ യുദ്ധം, പ്രശസ്തമായ കുളച്ചൽ യുദ്ധം സംഭവിച്ചിട്ടുള്ളത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഡച്ച് സൈന്യാധിപൻ ഡിലനോയ് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന്റെ ഭാഗമായി മാറി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മക്കളെ, വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡിലനോയ് ആണ് അല്ലേ? അപ്പോൾ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഡിലനോയ് ആണെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വരണം. തൃപ്പടിദാനം 1750 തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിച്ച് പത്മനാഭദാസൻ എന്ന പേര് സ്വീകരിച്ച ഒരു പ്രശസ്തമായ സംഭവമാണ് എന്ത്? തൃപ്പടിദാനം എന്ന് പറയുന്നത് അല്ലെ? ഇനി ധർമ്മരാജയുടെ പ്രത്യേകത, കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ പ്രത്യേകത എന്താണ്? തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഓക്കെ അല്ലേ? കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളൂ. അഡീഷണൽ കുറച്ച് പോയിന്റ്സ് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഹിസ്റ്ററിയിൽ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച 5 ടോപ്പിക്കിൽ നിന്നും അഡീഷണൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ മക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. 1757 വിപ്ലവത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വെറും ഒരു ശിപ്പായി ലഹളയായിട്ടാണ് സിപ്പോയ് മ്യൂട്ടണി എന്നുള്ള ഒരു പേര് വിശേഷിപ്പിച്ചിരുന്നത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കിയടാ. 1757 കലാപത്തിൽ പങ്കെടുത്തതിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ പ്രമുഖ മധ്യേന്ത്യൻ വിപ്ലവ നേതാവ് ആരാണ്? താന്തിയാർ തോപ്പിനെയാണ് രാമചന്ദ്ര പാണ്ഡുരാങ് എന്നാണ് താന്തിയാർ തോപ്പിയുടെ ശരിക്കുള്ള പേര്. അദ്ദേഹത്തെയാണ് തൂക്കിലേറ്റിയ പ്രമുഖ വിപ്ലവ നേതാവ് ഏതാണ്? 1757 ചോദിച്ചു കഴിഞ്ഞാൽ അത് താന്തിയാർ തോപ്പിയാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കിയടാ. ഝാൻസിയിലെ വിപ്ലവം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽ ആരായിരുന്നു? സാർ ഹഗ്രോസിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? നമ്മുടെ ലക്ഷ്മിബായിനെ വിപ്ലവകാരികളിലെ ഏക പുരുഷൻ, ഒന്നുകൂടെ വിപ്ലവകാരികളിലെ ഏക പുരുഷൻ എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സാർ ഹഗ്രോസ് ആണ്. ഓക്കെ അല്ലേ? ഈ ഭാഗത്തിൽ അവസാനത്തെ ചോദ്യം. 1757 വിപ്ലവത്തിന്റെ പരാജയത്തിന് ശേഷം ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എങ്ങോട്ടാണ്? രംഗൂണിലേക്കാണ് കേട്ടോ. മ്യാൻമാറിലുള്ള രംഗൂണിലേക്കാണ് നാട് കടത്തിയത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഗാന്ധിയൻ യുഗം. ഓക്കെ, ഗാന്ധിജി പ്രസിഡന്റായ ഏക INC സമ്മേളനം ഏതാണ്? ബെൽഗാം സമ്മേളനമാണ് കേട്ടോ. ബെൽഗാം സമ്മേളനത്തിൽ മാത്രമാണ് ഗാന്ധിജി പ്രസിഡന്റ് ആയിരിക്കുന്നത് കേട്ടോ.
ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, ആനി ബെസന്റ് ആണ്. കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സരോജിനി നായിഡു ആണ്. ഇനി 7ാമത്തെ ചോദ്യം, ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന 78 അനുയായികളിൽ ഉൾപ്പെട്ടിരുന്ന ഒരേയൊരു മലയാളി, ഇമ്പോർട്ടന്റ് ആണ്, ശ്രീകൃഷ്ണൻ നായർ. അതും അറിഞ്ഞിരിക്കുക. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കെ കേളപ്പൻ. ദണ്ഡിയാത്രയിൽ പങ്കെടുത്തത് ശ്രീകൃഷ്ണൻ നായർ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് മക്കളെ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് കേട്ടോ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഞാൻ അഡീഷണൽ കുറച്ച് പോയിന്റ്സ് തരാണ് കേട്ടോ. ഓക്കെ, കേരളത്തിൽ മുത്തുക്കുട്ടി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. മുത്തുക്കുട്ടി എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. നേരത്തെ ഞാൻ ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ച ഒരു കാര്യം പറഞ്ഞല്ലോ, അയ്യങ്കാളിനെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് പറഞ്ഞത് അല്ലെ, അതുപോലെ വിശേഷണമാണ് ഇവിടെ വരുന്നത്. 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ ജി ശങ്കരക്കുറുപ്പാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ പ്രധാന നവോത്ഥാന നായകൻ ആരാണ് മക്കളെ? ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. ഇനി അയ്യങ്കാളിയെ പുലയരാജ എന്ന പദവി നൽകി ആദരിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. ഓക്കെ അല്ലേ? അഡീഷണൽ പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ, ജസ്റ്റ് ഒരു ഫോണ്ടിന്റെ പ്രശ്നം വന്നാണ് കേട്ടോ, രാഷ്ട്രീയ സമരം, പ്രശസ്തമായ രാഷ്ട്രീയ സമരം ഏതാണ് മക്കളെ? കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ ആറ്റിങ്ങൽ കലാപം അല്ലേ? ഇനി മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച കമ്മീഷന്റെ പേരെന്താണ്? വില്യം ലോഗൻ കമ്മീഷൻ അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മധുരയിൽ നിന്നും എത്തിയ പ്രമുഖ തമിഴ് നേതാവ് ആരാണ് മക്കളെ? EV രാമസ്വാമി നായ്ക്കർ. ഒന്നുകൂടെ, വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മധുരയിൽ നിന്നും എത്തിയ പ്രമുഖ തമിഴ് നേതാവ് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. ഓക്കെ അല്ലേ? ഇനി 16ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് സർക്കാർ ജോലികളിൽ മുൻഗണന വേണമെന്നാവശ്യപ്പെട്ട് 1891 സമർപ്പിച്ച നിവേദനം ഏതാണ്? മലയാളി മെമ്മോറിയൽ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ ഒരു സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് മുൻഗണന വേണമെന്നാവശ്യപ്പെട്ട് 1891 സമർപ്പിച്ച നിവേദനത്തിന്റെ പേരാണ് എന്ത്? മലയാളി മെമ്മോറിയൽ. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഇനി യൂറോപ്യന്മാരുടെ വരവും ആധുനിക തിരുവിതാംകൂർ. നമ്മളെപ്പോഴും, ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറയാനായിട്ട് വിട്ടുപോയി, യൂറോപ്യന്മാരുടെ വരവിൻ്റെ ഒപ്പം അവരുടെ സംഭാവനകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കേടാ, പുകയില, പൈനാപ്പിൾ എന്നിവ ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാർ. മറ്റൊരു സംഭാവന എന്താണ്? നമ്മുടെ ചവിട്ട് നാടകം പോർച്ചുഗീസുകാരുടെയാണ് അല്ലേ? ഡച്ച് കൊട്ടാരം, അത് മട്ടാഞ്ചേരിയിലെ കൊച്ചി രാജാവിന് സമർപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് ശരിക്കും. പിന്നീട് ഡച്ച് അത് എന്താ പറയുക, പിന്നീട് അതൊന്ന് റെമിഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് കൊണ്ടാണ് പിന്നീട് അത് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെട്ടത്. ശരിക്കും അത് പോർച്ചുഗീസുകാരുടെ ആയിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ വേറൊരു പുസ്തകം ഉണ്ടല്ലോ ഡച്ചുകാരുടെ, ഹോർത്തൂസ് മലബാർക്കസ്. അത് ആരുടെ സംഭാവനയാണ്? ഡച്ചുകാരുടെ സംഭാവനയാണ് അല്ലെ? ഹോർത്തൂസ് മലബാർക്കസിന്റെ പ്രത്യേകത എന്താണ്? അതിൽ എത്ര സസ്യങ്ങളുടെ, കേരളത്തിലെ സസ്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് അല്ലെ? അതിൽ എത്ര സസ്യങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാർ എന്താണ്? മാവേലിക്കര ഉടമ്പടി. ഇമ്പോർട്ടന്റ് ആണ്. കൊച്ചിയിൽ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ കോട്ട ഏതാണ് മക്കളെ? പള്ളിപ്പുറം കോട്ടയാണ് അല്ലെ? ഇനി തിരുവിതാംകൂർ ചാലക്കമ്പോളം സ്ഥാപിച്ച പ്രശസ്തനായ ദിവാൻ ആരാണ്? രാജ കേശവദാസ്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലേ ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന്? ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം. അതായത് പൊളിറ്റി വിഭാഗമാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. സെറ്റ് അല്ലടാ? ഓക്കെ അല്ലേ മക്കളെ? നമ്മുടെ പൊളിറ്റി വിഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ മാക്സിമം എല്ലാ ഏരിയാസും ജസ്റ്റ് ടച്ചപ്പ് ചെയ്ത് പോകാനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസും ടോപ്പിക്സിലേക്കും കടക്കാം. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഒട്ടും ഒഴിവാക്കാത്ത ഏരിയാസാണ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത്. മാക്സിമം നിങ്ങൾ നോട്ട്സായിട്ട് എഴുതിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കേൾക്കണതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് ഞാൻ പോവാണ്.
ഭരണഘടന നിർമ്മാണവും സവിശേഷതകളും, മേക്കിംഗ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ടോപ്പിക്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഭരണഘടനയുടെ തുടക്കവും അതിൻ്റെ അടിസ്ഥാന ഘടനയെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് വരിക. ഓക്കെ, ഇതിൻ്റെ ആദ്യ യോഗം ചേർന്നത് എന്നാ മക്കളെ? 1946 ഡിസംബർ 9. താൽക്കാലിക പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ്. സ്ഥിരം പ്രസിഡന്റ് ആരാണ് മക്കളെ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1946 ഡിസംബർ 11 ആള് ചുമതലയേറ്റത്. ഭരണഘടനയുടെ ഉപദേശകൻ ആരാണ്? BN റാവു. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ അല്ലേ? ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എല്ലാവർക്കും അറിയാം, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിളിക്കുന്നു. ഇതും ഓക്കെ അല്ലടാ? അപ്പം ആദ്യ യോഗത്തിന്റെ ഡേറ്റ് നമ്മൾ പഠിച്ചു, സ്ഥിരം പ്രസിഡന്റ് ആരാണെന്ന് പഠിച്ചു, അതുപോലെ താൽക്കാലിക പ്രസിഡന്റ് ആരാണെന്ന് പഠിച്ചു, ഭരണഘടനയുടെ ഉപദേശകൻ ആരാണെന്ന് പഠിച്ചു, അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീനെ കുറിച്ചും പഠിച്ചു. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തീയതികൾ, അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഭരണഘടന അംഗീകരിച്ചത് എന്നാ മക്കളെ? 1949 നവംബർ 26. ആ ദിവസമാണ് ഭരണഘടനയെ അംഗീകരിച്ചത്. ഈ ദിവസം ദേശീയ ഭരണഘടനാ ദിനം അഥവാ നിയമദിനം എന്ന് ആചരിക്കുന്നു. അതുപോലെ ഭരണഘടന നിലവിൽ വന്നത് എന്നാ മക്കളെ? 1950 ജാനുവരി 26 നിലവിൽ വന്നത്. അന്നാണ് റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കണം. അപ്പോൾ ഈ 2 ഡേറ്റ് നിങ്ങൾക്ക് തെറ്റരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് പറയാനുള്ളത്, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതും നവംബർ 26 തന്നെയാണ്. 1949 നവംബർ 26 തന്നെയാണ് പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റും എന്നതും മനസ്സിലാക്കുക. ഓക്കെ അല്ലടാ? ഇനി നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഭരണഘടന ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്, കടമെടുത്ത ഭരണഘടനയാണ്. അപ്പോൾ എന്തൊക്കെ എവിടെ നിന്നൊക്കെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത് മക്കളെ? US നിന്നാണ്. മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? USSR നിന്നല്ലേ? റഷ്യയിൽ നിന്നല്ലേ കടമെടുത്തിട്ടുള്ളത്? നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി എവിടെ നിന്നാണ് കടമെടുത്തത്? അയർലൻഡിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കടമെടുത്തത് എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്. പാർലമെന്ററി സിസ്റ്റം എവിടെ നിന്നാണ്? ബ്രിട്ടനാണ്. ഇത്രയും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ കടമെടുത്തിട്ടുണ്ട്. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ വേറെന്താ മക്കളെ? ജുഡീഷ്യൽ റിവ്യൂ US നിന്നാണ്. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ മറ്റു സ്ഥലത്തുനിന്നും എടുത്തിട്ടുണ്ട്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, സമത്വം, സാഹോദര്യം, അങ്ങനത്തെ സംഭവങ്ങൾ. അതിൻ്റെ ലിബർട്ടി, ഇക്വാലിറ്റി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഞാൻ ആ ലിബർട്ടിയുടെ മലയാളം പെട്ടെന്ന് മറന്നുപോയതാണ് കേട്ടോ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലത്തുനിന്ന് കടം എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒഴിവാക്കാൻ പറ്റാത്തത് മാത്രമേ ഞാനിവിടെ പറഞ്ഞു പോകുന്നുള്ളൂ എന്ന് മാത്രം. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തത് ആമുഖം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇനി ആമുഖത്തിന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയത്തിൻ്റെ ആശയത്തിലാണ് എന്ത് ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മുടെ ആമുഖം തയ്യാറാക്കിയിട്ടുള്ളത് അല്ലേ? ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബാർക്കർ. ഓക്കെ അല്ലേ? ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബാർക്കർ ആണല്ലേ. ആമുഖം ഇനി എത്ര തവണ ഭേദഗതി ചെയ്തു? ഒറ്റ തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 42ാം ഭേദഗതി 1976 42ാം ഭേദഗതിയിൽ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് അല്ലേ? നമ്മുടെ ഈ ഒരു എന്താ മക്കളെ, നമ്മുടെ പ്രിയാമ്പിള് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ആ ഭേദഗതിയിൽ ഏതൊക്കെ വേർഡ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്? സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇന്റഗ്രിറ്റി അഥവാ സോഷ്യലിസം, മതേതരത്വം, സമഗ്രത എന്ന വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. ഓക്കെ അല്ലേ? മൗലികാവകാശങ്ങളിലേക്ക് കടക്കാം. ഇനി മൗലികാവകാശങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾ അറിയേണ്ടത്? പാർട്ട് 3 മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പാർട്ട് 2 എന്താ മെൻഷൻ ചെയ്തിരിക്കുന്നത്? സിറ്റിസൺഷിപ്പ്, പൗരത്വത്തിനെ കുറിച്ചാണ് അല്ലേ? എത്ര രീതിയിൽ പൗരത്വം നമുക്ക് നേടിയെടുക്കാം, എത്ര രീതിയിൽ നഷ്ടപ്പെടാം, ഇതൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേ, നിങ്ങൾക്ക് അറിയുമോ നോക്കട്ടെ. 12 മുതൽ 35 വരെ ആർട്ടിക്കിളിലാണ് എന്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. 6 മൗലിക അവകാശങ്ങൾ നമുക്ക് നിലവിലുണ്ട്. ഏതൊക്കെയാണുള്ളത് മക്കളെ? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെ ഏതാ മക്കളെ?
റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. 6 പ്രധാന ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കുണ്ട് അല്ലേ. സ്വത്തവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ? അല്ല, ആയിരുന്നു. പിന്നീട് അത് 44-ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. 42 നമുക്ക് തോന്നും, എന്നാലല്ല. 44-ാം ഭരണഘടനാ ഭേദഗതിയിൽ 1978 44-ാം ഭരണഘടനാ ഭേദഗതി വഴി ഇത് സ്വത്തവകാശത്തെ ഒരു ലീഗൽ റൈറ്റ് ആക്കിയിട്ട് ഇപ്പം ഏത് നിലവിലേത് ആർട്ടിക്കിളാണ് സ്വത്തവകാശത്തിനെ കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ 300A അല്ലേ പറയുന്നത്. ആർട്ടിക്കിൾ 14 എന്താ മക്കളെ? റൈറ്റ് ടു ഇക്വാളിറ്റി, പിന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി അല്ലേ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലേ. ആർട്ടിക്കിൾ 17 അത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 21 പ്രത്യേകത എന്താണ്? ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 21 എന്താ മക്കളെ? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെ. ആർട്ടിക്കിൾ 32 എന്താ മക്കളെ? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. അംബേദ്കർ ഇതിനെ എന്തായിട്ടാണ് പരിഗണിക്കുന്നത്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് മക്കളെ? ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതിക്ക് റിട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ളത്. നമുക്ക് എത്ര റിട്ടുകളുണ്ട്? 5 റിട്ടുകളുണ്ട് അല്ലേ. ഹേബിയസ് കോർപ്പസ്, മാൻറ്റമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി ആൻഡ് കോവാറന്റോ. 5 റിട്ടുകളുണ്ട് നമുക്ക്. ഇത് സുപ്രീം കോടതി ഇഷ്യൂ ചെയ്യുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 226 പ്രകാരമാണ് അല്ലേ. പിന്നെ എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെ മക്കളെ? ഏതൊക്കെയാണ് നിങ്ങളൊന്ന് ആലോചിച്ചേ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എത്ര തൊട്ട് എത്ര വരെയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 25 തൊട്ടല്ലേ പറയുന്നത്? 25 തൊട്ട് എത്ര വരെയാണ് പറയുന്നത്? എത്ര വരെയാണെന്നുള്ളത് നിങ്ങൾ പറ. 25 തൊട്ടെന്ന് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞില്ലേ, എത്ര വരെയാണ് പറയുന്നത് എന്നുള്ളതൊന്ന് പറയണം. അതുപോലെ ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അതിൽ എത്ര ടൈപ്പ് അവകാശങ്ങൾ നമുക്കുണ്ട്, എത്ര അവകാശങ്ങളാണ് അതിൽ പറയുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ അല്ലടാ. അടുത്ത മൗലിക കർത്തവ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട് മക്കളെ? 11 മൗലിക കർത്തവ്യങ്ങൾ നമുക്കുണ്ട് അല്ലേ. ഇത് ജസ്റ്റീഷ്യബിൾ ആണോ? അല്ല, നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. നമുക്ക് ജസ്റ്റീഷ്യബിൾ അല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റീഷ്യബിൾ ആണ്. നമുക്ക് സുപ്രീം കോടതി വഴിയോ ഹൈക്കോടതി വഴിയോ നമുക്ക് നേടിയെടുക്കാം. പക്ഷെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസോ DPSPയോ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുമോ മക്കളെ? ഇല്ല. അത് നോൺ ജസ്റ്റീഷ്യബിൾ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത്. ക്ലാസ്സിലെ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞു, മൗലിക കർത്തവ്യങ്ങൾ എവിടെ നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത്? റഷ്യയിൽ നിന്നാണ് അല്ലേ. നിലവില് 11 മൗലിക കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു. 11ാമത് മൗലിക കർത്തവ്യം കൂട്ടിച്ചേർത്തത് ഏതാണ്? 86ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ്. ഏത് മൗലിക കർത്തവ്യം മക്കളെ ഈ ഒരു 86ാം ഭരണഘടനാ ഭേദഗതിയിൽ 11ാമതായിട്ട് ആഡ് ചെയ്തത്? നമ്മുടെ എഡ്യൂക്കേഷൻ റൈറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലടാ. അപ്പോൾ ആദ്യം മൗലിക കർത്തവ്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എത്ര എണ്ണം ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 10 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, മറക്കരുത്. അതിനുശേഷം നിലവിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 എണ്ണമാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി. ഓക്കെ അല്ലേ? കേന്ദ്ര ഭരണ നിർവഹണ വിഭാഗത്തിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. രാഷ്ട്രപതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ മക്കളെ? ആർട്ടിക്കിൾ 52 ആണ് അല്ലെ. ഇന്ത്യയുടെ പ്രഥമ പൗരൻ, സായുധ സേനകളുടെ പരമാധികാരി ആരാണ് മക്കളെ? പ്രസിഡന്റ് ആണ് അല്ലെ. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജ് വരെയാണ് അല്ലെ. MP-മാരും MLA-മാരും അടങ്ങുന്ന ഒരു സഭ. രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഏതാണ്? ആർട്ടിക്കിൾ 1, 2, 3. ഓക്കെ അല്ലേ? രാഷ്ട്രപതിയെ പുറത്താക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ്? ഇംപീച്ച്മെന്റ്. ഏത് ആർട്ടിക്കിളിലാണ് അത് പരാമർശിക്കുന്നത്? ആർട്ടിക്കിൾ 61. ഗവർണർമാരെയും സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രപതി ആവാനുള്ള മിനിമം ഏജ് ക്രൈറ്റീരിയ എത്രയാണ് മക്കളെ? 35 വയസ്സല്ലേടാ. ഓക്കെ അല്ലേ? ഗവർണർക്കും എത്രയാണ്? 35 വയസ്സ് തന്നെയാണ് അല്ലെ. സെറ്റ് അല്ലേ? ഞാൻ നിങ്ങൾക്ക് അതിനാണെങ്കിൽ ഒരു എക്സസൈസ് തരട്ടെ. രാഷ്ട്രപതിയുടെ ടേം അല്ലെങ്കിൽ എത്ര കാലാവധിയാണ് ഒരു രാഷ്ട്രപതിക്ക് ഉണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മൾ ഉപരാഷ്ട്രപതിയുടെ ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ എന്തൊക്കെയാണ് മക്കൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 5ാമത്തെ ഭാഗത്താണ് ഉപരാഷ്ട്രപതിയെ കുറിച്ച് പരാമർശിക്കുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഈ പദവി കടമെടുത്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 63 എന്തിനെ കുറിച്ചാണ് മക്കളെ പറയുന്നത്? ഇന്ത്യയിൽ ഒരു ഉപരാഷ്ട്രപതി വേണം അല്ലെ. ആർട്ടിക്കിൾ 64 നോക്കിക്കേടാ. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിരിക്കും. അത് നമുക്ക് അറിയണതാണ് അല്ലെ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ആ ഒരു പദവിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 64 ആണെന്നുള്ള കാര്യം
അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ആർട്ടിക്കിൾ 65 എന്താ മക്കളെ? രാഷ്ട്രപതിയുടെ പദവി ഒഴിവ് വരുമ്പോൾ രാഷ്ട്രപതിയുടെ ചുമതലകൾ താൽക്കാലികമായി നിർവഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യുന്നത് ഉപരാഷ്ട്രപതിയാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് എന്ത് മക്കളെ? ഈ ഒരു ആർട്ടിക്കിൾ 65 എന്ന് പറയുന്നത് അല്ലെ. ഇനി ആർട്ടിക്കിൾ 66 എന്താ? ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓക്കെ അല്ലേ? എൻ്റെ മലയാളം അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലടാ? അതുപോലെ മക്കളെ ഈ ഉപരാഷ്ട്രപതിനെ തെരഞ്ഞെടുക്കപ്പെടുന്ന രീതി എന്താ മക്കളെ? പാർലമെന്റിലെ ഇരുസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ എല്ലാ അംഗങ്ങളും ചേർന്നാണ് ഇദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്. ഇനി ഇതിലെ യോഗ്യതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മത്സരിക്കാൻ കുറഞ്ഞത് 35 വയസ്സുണ്ടായിരിക്കണം. രാജ്യസഭ അംഗമാകാൻ യോഗ്യതയുള്ള ആളാവായിരിക്കണം. പിന്നെന്താ? കാലാവധിയും രാജിനെയും കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ? 5 വർഷമാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി. ഉപരാഷ്ട്രപതി രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് അല്ലെ. ശമ്പളം എങ്ങനെയാണ്? ഇനി ഉപരാഷ്ട്രപതി എന്ന പദവിക്ക് പ്രത്യേകിച്ച് ശമ്പളം ഉണ്ടോ? ഇല്ല. രാജ്യസഭാ ചെയർമാൻ എന്ന ചുമതലയ്ക്കുള്ള ശമ്പളമാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? പ്രധാന ഫാക്ട് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി നമുക്കറിയാം ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ ഉപരാഷ്ട്രപതി ആയിരിക്കുന്നത് ആരാണ്? അതും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് പ്രൈം മിനിസ്റ്ററിന്റെ ഭാഗത്തേക്ക് കിടക്കാം. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് നമുക്ക് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് നോക്കാം മക്കളെ. ഇന്ത്യയിലെ യഥാർത്ഥ ഭരണ നിർവഹണ അധികാരി റിയൽ എക്സിക്യൂട്ടീവ്, നോമിനൽ എക്സിക്യൂട്ടീവ് ആണ് നമ്മൾ പറഞ്ഞ പ്രസിഡന്റ് എന്ന് പറയുന്നത്. നോമിനൽ വെറും നാമമാത്ര ഭരണാധികാരിയാണ് ആര്? പ്രസിഡന്റ് എന്ന് പറയുന്നത്. റിയൽ എക്സിക്യൂട്ടീവ് ആരാ മക്കളെ? പ്രൈം മിനിസ്റ്റർ ആണ് അല്ലെ. ബ്രിട്ടീഷ് പാർലമെന്ററി സംവിധാന മാതൃകയിലാണ് ഈ ഒരു പദവി രൂപീകരിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 74 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? രാഷ്ട്രപതിയെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാനും ഉപദേശിക്കാനും പ്രധാനമന്ത്രി തലവനായുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് എന്ത്? 74. രാഷ്ട്രപതിയെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാനും ഉപദേശിക്കാനും. ഇനി ആർട്ടിക്കിൾ 75 എന്താ മക്കളെ? പ്രധാനമന്ത്രിയെ രാഷ്ട്രപതി നിയമിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം മറ്റു മന്ത്രിമാരെയും രാഷ്ട്രപതി നിയമിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോയിൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 75. ഇനി ആർട്ടിക്കിൾ 75 സബ് 3 എന്താ പറയുന്നത്? കേന്ദ്ര മന്ത്രിസഭ കൂട്ടായി ലോക്സഭയോട് ഉത്തരവാദപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 75 സബ് ക്ലോസ് 3 എന്ന് പറയുന്നത് അല്ലേ. ഇനി ആർട്ടിക്കിൾ 78 എന്താ? ഭരണകാര്യങ്ങളും മന്ത്രിസഭയുടെ തീരുമാനങ്ങളും രാഷ്ട്രപതിയെ അറിയിക്കുക എന്നത് പ്രധാനമന്ത്രിയുടെ കർത്തവ്യമാണ്. ഓക്കെ അല്ലേ? ഇത്രയും ആർട്ടിക്കിൾസ് നിങ്ങൾ പഠിച്ചില്ലടാ? സെറ്റല്ലേ? പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, എങ്ങാനും PSC പ്രൈം മിനിസ്റ്റർ ആവാനുള്ള ഒരു പ്രായപരിധി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എത്ര കുറഞ്ഞ പ്രായമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 35 പോയി കുത്തരുത് മക്കളെ. പ്രൈം മിനിസ്റ്റർ ആവാൻ കുറഞ്ഞത് 25 വയസ്സ് മതി. രാജ്യസഭാ അംഗമാണെങ്കിലാണ് 30 വയസ്സ്. അതൊക്കെ അല്ലേ? ഇനി പ്രൈം മിനിസ്റ്ററിന്റെ അധികാരങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി ആയോഗ്, ദേശീയ വികസന സമിതി, ദേശീയ ഒരുമൈനസ് സമിതി, നാഷണൽ NICയുടെ, അതുപോലെ ചെയർമാൻ ആരാണ്? ഇതിൻ്റെയൊക്കെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണെന്നുള്ള കാര്യവും ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ? പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പദവിയിലിരിക്കാൻ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയും നെഹ്റു തന്നെയാണ്. ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം തന്നെയാണ് മക്കളെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യൻ പാർലമെന്റും അതുപോലെ നീതിന്യായ വ്യവസ്ഥയെ കുറിച്ചാണ് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇന്ത്യൻ പാർലമെന്റ് ആൻഡ് ജുഡീഷ്യറി. ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ മക്കളെ? ആർട്ടിക്കിൾ 79 അല്ലേ? പാർലമെന്റ് എന്നാൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആവുന്നത്? രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ. ഒന്നുകൂടെ, രാജ്യസഭ, ലോക്സഭ, രാഷ്ട്രപതി. ഇത് മൂന്നും ചേർന്നാണ് എന്ത് മക്കളെ? പാർലമെന്റ് എന്ന് പറയുന്നത് അല്ലെ. ലോക്സഭ എന്ന് പറഞ്ഞാൽ എന്താ? പരമാവധി അംഗസംഖ്യ എത്രയാണ്? 550 ആണ്. കാലാവധി എത്രയാ മക്കളെ? 5 വർഷം. മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സ്. ലോക്സഭാ യോഗങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? സ്പീക്കറാണ് അല്ലെ. മണി ബില്ലുകൾ എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ലോക്സഭയിലാണ്. ലോക്സഭയിൽ മാത്രമേ മണി ബില്ല് അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ മക്കളെ? 110 ആണ്. ഓക്കെ അല്ലേ? ഇനി രാജ്യസഭ എന്താണെന്ന് ഇനി രാജ്യസഭയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ഥിരം സഭയാണ്. ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല, പിരിച്ചുവിടാൻ സാധിക്കില്ല. പരമാവധി അംഗസംഖ്യ എത്ര? 250. ഇതിൽ 12 പേരെയാണ് ആര് നിയമിക്കുന്നത്? രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് അല്ലേ. അംഗങ്ങളുടെ കാലാവധി എത്ര മക്കളെ? 6 വർഷമാണ്.
ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 മൂന്നിലൊന്ന് ഭാഗം അംഗങ്ങൾ വിരമിക്കും. മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സാണ്. ഓക്കെ അല്ലേ? ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ മണി ബില്ലിൻ്റെ കേസ് നമുക്ക് ഈ ഒരു ലോക്സഭയിൽ മാത്രമാണ് അവതരിപ്പിക്കാൻ പറ്റുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആനുവൽ ഫിനാൻസ് ബഡ്ജറ്റിൻ്റെ കേസിൽ രാജ്യസഭയ്ക്ക് എന്തെങ്കിലും വോയിസ് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഉണ്ട്. മണി ബില്ല് ലോക്സഭയിലായതുകൊണ്ട് ബഡ്ജറ്റും ലോക്സഭയിൽ മാത്രമേ റോളുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിൽ രാജ്യസഭയ്ക്ക് റോളുണ്ട്. ഓക്കെ അല്ലേ? ഇനി ജുഡീഷ്യറിലേക്ക് കിടക്കാം. ഏറ്റവും ഉയർന്ന കോടതി ഏതാ മക്കളെ? നമുക്കറിയാം സുപ്രീം കോടതിയാണ്. പിന്നെ നമ്മൾ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി 65 വയസ്സും ഹൈക്കോടതി 62 വയസ്സാണ്. ഇനി സുപ്രീം കോടതിക്കാണോ ഹൈക്കോടതിക്കാണോ റിട്ട് ഇഷ്യൂ ചെയ്യണ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പവർ എന്ന് ചോദിച്ചാൽ അത് ആർക്കാ മക്കളെ? സുപ്രീം കോടതിക്കാണോ? അല്ല. അങ്ങനെ നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ കളഞ്ഞേക്ക്. ഹൈക്കോടതിക്കാണ് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിയേക്കാൾ കൂടുതൽ അധികാരമുള്ളത്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? അതുപോലെ റിട്ട് ഹൈക്കോടതി ഇഷ്യൂ ചെയ്യുന്ന ആർട്ടിക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, 226. അത് നിങ്ങൾ മറക്കരുത്. അതുപോലെ ഹൈക്കോടതി ജഡ്ജിമാർ സുപ്രീം കോടതി ജഡ്ജിമാർ നിയമിക്കുന്ന ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ഓക്കെ അല്ലടാ? സെറ്റല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തത് ഭരണഘടനാ സ്ഥാപനങ്ങളും അടിയന്തരാവസ്ഥയും. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആൻഡ് എമർജൻസി. എമർജൻസി കണ്ടെടുത്തത് എവിടെയാ മക്കളെ? ജർമ്മനി എന്നല്ലേ? അത് നിങ്ങൾക്ക് അറിയില്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 324 നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാ മക്കളെ? ഗണേഷ് കുമാർ ആണ് അല്ലെ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 315 അല്ലേ? ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഏത് ആർട്ടിക്കിളാണ് പരാമർശിച്ചിട്ടുള്ളത്? ആർട്ടിക്കിൾ 148. പൊതുജനങ്ങളുടെ ഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ് മക്കളെ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. പൊതുജനങ്ങളുടെ ഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. 3 ടൈപ്പിലുള്ള അടിയന്തരാവസ്ഥ നമുക്ക് പഠിക്കാനുണ്ട് ഇല്ലേ? ഏതൊക്കെയാണ്? നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. ഓക്കെ അല്ലേ? 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ നാഷണൽ എമർജൻസി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ മക്കളെ? ആർട്ടിക്കിൾ 352 അല്ലേ? യുദ്ധമല്ലെങ്കിൽ ബാഹ്യമായ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ 3 തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ. ഇനി സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ ഭരണഘടനാ തകരാറുകൾ മൂലം കേരളത്തിൽ ആദ്യമായിട്ട് എപ്പോഴുണ്ടായിരിക്കുന്നത് 1989 ഇനി സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കണമെന്നില്ല. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം എന്ന് പറഞ്ഞാലും മതി. അതും എന്താണ്? ആർട്ടിക്കിൾ 356. ഓക്കെ. ഇനി സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിക്കിൾ 360. ഇന്ത്യയിൽ ഇതുവരെ ഒരു തവണ പോലും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. ഏത് പാർട്ടിലാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്? പാർട്ട് 18 അല്ലേ പരാമർശിച്ചിട്ടുള്ളത്. അതും മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന, ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഞാൻ നമ്മുടെ പൊളിറ്റി വിഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സെഷൻ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജോഗ്രഫി വിഭാഗമാണ് കേട്ടോ. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് സമയം കളയാണ്ട് ഇനി ജോഗ്രഫിയിലേക്ക് കടക്കാം. നമ്മൾ ജോഗ്രഫി മാക്സിമം എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് PDF തരുന്നത്. അപ്പോൾ മാക്സിമം എല്ലാതും നിങ്ങളുടേതായിട്ടുള്ള രീതിയിലും കൂടെ അത് എൻ്റെ അടുത്ത് കോപ്പറേറ്റ് ചെയ്ത് എല്ലാ ഏരിയാസും ഒന്ന് കവറപ്പ് ചെയ്ത് എല്ലാം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ പോലെ എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം എൻ്റേതായിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ജോഗ്രഫിയിൽ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം മക്കളെ. ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ. ഇതിലെ പ്രധാന ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാ മക്കളെ? ഒന്ന് നോക്കിയടാ. 32,87,263 ചതുരശ്ര കിലോമീറ്റർ അല്ലേ ലോകത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത്. ലോകത്തിൽ വിസ്തീർണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ മക്കളെ? 7ാം സ്ഥാനമാണ് അല്ലേ? ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാ മക്കളെ? ബംഗ്ലാദേശ് ആണ് അല്ലേ? ഏറ്റവും കുറവ് ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ജോഗ്രഫിയുടെ ആദ്യത്തെ എക്സസൈസ് തരാൻ പോവാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം, അതുപോലെ കടൽ അതിർത്തി ഷെയർ ചെയ്യുന്ന ബോർഡേഴ്സ്
കടലും കരയും ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളുടെ എണ്ണം ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എൻ്റെ മലയാളം നിങ്ങൾക്ക് ശരിയാവുന്നില്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം, പക്ഷെ ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം നമുക്ക്. ഓക്കെ, ഹിമാലയത്തിന്റെ പ്രത്യേകത എന്താ മക്കളെ? ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വത നിരകളാണ് എന്ത്? ഹിമാലയ എന്ന് പറയുന്നത് അല്ലെ. യങ് ഫോൾഡ് മൗണ്ടെയിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹിമാലയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാ മക്കളെ? K2 ആണ് അല്ലെ. ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ K2 ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി. ഹിമാലയത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാ മക്കളെ? കാഞ്ചൻജംഗയാണ് അല്ലെ. ഓക്കെ അല്ലേ? ഇനി ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാ മക്കളെ? അത് നിങ്ങൾക്ക് അറിയാം, ആരവല്ലി അല്ലെ. ആരവല്ലിയാണ് ഏറ്റവും പ്രായം കൂടിയത്. ഓൾഡസ്റ്റ് മൗണ്ടെയിൻ ആരവല്ലിയാണ്. പിന്നെ നമ്മൾ ഹിമാലയത്തിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. ഏറ്റവും താഴ്ത്ത് കിടക്കുന്ന ഏതാണ്? ഹിമാചലാണ് അല്ലെ. ശിവാലിക് ആണ് അല്ലെ. ഹിമാചലിന്റെ പ്രത്യേകത എന്താണ്? തണുപ്പേറിയ കുറെ ഹിൽ സ്റ്റേഷൻസ് ഉള്ള സ്ഥലമാണ് ഹിമാചൽ. കുളു, മണാലി ഒക്കെ ഉള്ളത് എവിടെയാണ് മക്കളെ? ഹിമാചലിലാണ് അല്ലെ. ഇനി ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകത എന്താണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപങ്ങളാൽ ഉണ്ടായ ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ മണ്ണിന്റെ സമതലം എവിടെയാണ്? ഉത്തര മഹാസമതലത്തിലാണ് അല്ലെ. എക്കൽ മണ്ണിന്റെ പ്രത്യേകത എന്താണ് മക്കളെ? അലൂവിയൽ സോയിലിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ഫലഭൂഷ്ഠിതമായിട്ടുള്ള മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിന് ഏതാണ്? ചെങ്കൽ മണ്ണാണ് അല്ലെ. ലാറ്ററൈറ്റ് സോയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി, സൗത്ത് ഭാഗത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ മക്കളെ? ആനമുടിയാണ്. കേരളത്തിലാണ് ആനമുടി ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. മിനറൽസിന്റെ കലവറ എന്നറിയപ്പെടുന്ന പ്ലാറ്റു ഏതാ? ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റു ആണ്. മിനറൽസിന്റെ കലവറ, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റു ആണ്, അല്ലെങ്കിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണെന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഇങ്ങോട്ടൊന്ന് നോക്കിക്കടാ, ഞാൻ നിങ്ങൾക്ക് 2 ചുരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്കറിയുന്ന 2 ചുരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഒരു എക്സസൈസ് പോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ. നമ്മുടെ PSC ചോദിക്കുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചുരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നേക്കണേ. ഇനി PSC ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതല്ലാതെ ചോദിച്ചിട്ടുള്ള 2 പറഞ്ഞാൽ മതി. 2 ഇമ്പോർട്ടൻ്റ് ചുരങ്ങളും അത് പാസ് ചെയ്യുന്ന ആ ഒരു സ്ഥലവും നിങ്ങളൊന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ. 2 കമന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? സോജില ചുരത്തിന്റെ പ്രത്യേകത എന്താണ്? ജമ്മു കാശ്മീരിനെയും ശ്രീനഗറും യോജിപ്പിക്കുന്നതാണ് ഇത് സോജില ചുരം. ഷിപ്കില ചുരത്തിന്റെ പ്രത്യേകത എന്താണ്? ഹിമാചൽ പ്രദേശത്തിനെയാണ് അല്ലെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പ്രധാന 2 ചുരങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്ന 2 കൂടെ കമന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളപ്പോൾ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാണ്. ഇന്ത്യൻ നദികളും നദീതീര നഗരങ്ങളും, ഇന്ത്യൻ റിവേഴ്സ് ആൻഡ് റിവേഴ്സ് സൈഡ് സിറ്റീസ്. ഓക്കെ അല്ലേ? ഇനി ആദ്യം നമ്മൾ നോക്കുന്നത് ഹിമാലയ നദികളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപദ്വീപീയ അല്ലെങ്കിൽ പെനിൻസുലാർ നദികൾ നോക്കാം കേട്ടോ. സിന്ധു നദി അഥവാ ഇൻഡസ് നദിയുടെ പ്രത്യേകത നോക്കാം. മാനസരോവരിൽ നിന്ന് ഉത്ഭവിച്ച് പ്രധാന പോഷക നദികളായ ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. നമുക്ക് ഇൻഡസിന്റെ പോഷക നദികൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം അല്ലേ. പിന്നെ ഈ ഗംഗയും ബ്രഹ്മപുത്രയൊക്കെ കടക്കുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബ്രഹ്മപുത്രയും ഗംഗേനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും PSC ചോദിക്കുന്ന കണ്ടിട്ടുള്ളത് സിന്ധുവാണ്. എന്നാലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഗംഗയും ബ്രഹ്മപുത്രയും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചു പോവുക. ഓക്കെ അല്ലേ? മാനസരോവരിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? സിന്ധു നദി ഉത്ഭവിക്കുന്നത്. പ്രധാന പോഷക നദികൾ ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇനി ഗംഗേനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഗയുടെ ലെങ്ത് എത്രയാണ് മക്കളെ? 2525. ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇന്ത്യയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗംഗയാണ്. ഇനി ഗംഗയുടെ ഉത്ഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗീരഥയും അളകനന്ദയും ദേവപ്രയാഗിൽ വെച്ച് ചേരുമ്പോഴാണ് ഗംഗ രൂപപ്പെടുന്നത്. ഇനി ഗംഗ ഉത്ഭവിക്കുന്ന ഗ്ലേഷ്യർ അല്ലെങ്കിൽ ഹിമാനിയുടെ പേരെന്താണ്? ഗംഗോത്രി ഗ്ലേഷ്യർ എന്നാണ് അല്ലെ. ഗംഗയിലെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുന നദിയാണ്. യമുന നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് അല്ലെ. ഓക്കെ അല്ലേടാ? കുറച്ചധികം പോയിന്റ്സ് കിട്ടിയില്ലേ? ദേവപ്രയാഗും ഭഗീരഥി അതുപോലെ അളകനന്ദ എന്താണെന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ മാറിയില്ലേ?
ഓക്കെ അല്ലേ? ഇനി അടുത്തത് ബ്രഹ്മപുത്ര നോക്കാം നമുക്ക്. ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണ്? സാങ്പോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപായ മാജുലി, ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപായ മാജുലി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുത്രയിലാണ്, അസമിലാണ് കേട്ടോ. ഓക്കെ അല്ലേ? കുറച്ച് ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് കിട്ടിയില്ലേ? ഇനി നമുക്ക് പെനിൻസുലാർ നദിയിലേക്ക് കിടക്കാം. ഓക്കെ, ഇനി പെനിൻസുലാർ നദികളുടെ പ്രത്യേകതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളും ഉണ്ട്, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളും ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി കിഴക്കോട്ട് ഒഴുകുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോദാവരിയുടെ പ്രത്യേകത എന്താ മക്കളെ? സദേൺ ഭാഗത്ത് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ് അല്ലെ. വൃദ്ധഗംഗ, ദക്ഷിണ ഗംഗ എന്ന് പറയപ്പെടുന്നത് ആരാണ്? ഗോദാവരിയാണ് അല്ലെ. ഉപദ്വീപിക നദികളിൽ ഏറ്റവും നീളം കൂടിയത്, പെനിൻസുലാർ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? നമ്മുടെ ഗോദാവരിയാണ് അല്ലെ. ഹിമാലയ നദികളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലെങ്ത് ഗംഗയും, ഉപദ്വീപീയ നദി അഥവാ പെനിൻസുലാർ റിവേഴ്സിൽ ഏറ്റവും നീളമേറിയത് ഗോദാവരിയാണ്. ഓക്കെ അല്ലേ? ഗോദാവരിയും കൃഷ്ണയും കാവേരിയും എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കോട്ടാണ് ഒഴുകുന്നത് അല്ലെ. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നോക്കാം. നർമ്മദ, താപ്തി, മാഹി അല്ലെ. ഇവ മൂന്നും ഏത് ദിശയിലോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് അല്ലെ. നർമ്മദയും താപ്തിയും ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകി അറബിക്കടലിൽ വീഴുന്നു. ഇവ ഡെൽറ്റകൾ രൂപീകരിക്കുന്നില്ല. ഡെൽറ്റകൾ രൂപീകരിക്കാത്ത നദികൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ മക്കളെ? നർമ്മദയും താപ്തി അല്ലേ. ഓക്കെ അല്ലേ? റിഫ്റ്റ് വാലിയാണ് അല്ലേ നടുവിൽ വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇനി പ്രധാന നദീതീര നഗരങ്ങൾ നോക്കാം നമുക്ക്. ഡൽഹിയിലും ആഗ്രയിലും നദീതീരങ്ങളാണ്. നദി ഏതാണ്? യമുന. വാരാണസി, പട്ന, ഗംഗ. ഹൈദരാബാദ് ഏതാണ്? മൂസി നദിയാണ്. സൂററ്റ്, താപ്തി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഓക്കെ അല്ലേ? ഇനി കേരളത്തിൽ എത്ര നദികളുണ്ട് മക്കളെ? 44 നദികളുണ്ട് അല്ലേ. അതിൽ കിഴക്കോട്ട് ഒഴുകുന്ന എത്ര നദികളാണ്? 3 നദികളാണ്. കബനി, ഭവാനി, പാമ്പാർ. ഭവനി അല്ല, ഭവാനി, കബനി, പാമ്പാർ 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നതാണ്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ് അല്ലെ. ഏറ്റവും ചെറിയത് ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ത്യൻ കാലാവസ്ഥ, മണ്ണും കൃഷിയും. ഈ ഭാഗമാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യയിലെ കാലാവസ്ഥ എന്താ മക്കളെ? ഇന്ത്യയിലെ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ്. ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ആണ് ഇന്ത്യയുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് അല്ലെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയില്ലേ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇതിലൂടെയാണ്, ജൂൺ ടു സെപ്റ്റംബർ. തെക്ക് പടിഞ്ഞാറൻ വിച്ച് മീൻസ് നോർത്ത് വെസ്റ്റേൺ അല്ലേ. സൗത്ത് വെസ്റ്റേൺ ആണ് കേട്ടോ. ഞാൻ തെക്ക് എന്ന് പറഞ്ഞു വടക്ക് എന്നുള്ളതിൽ പറഞ്ഞു പോയി, സൗത്ത് വെസ്റ്റേൺ മൺസൂൺ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് അല്ലെ. ഇടവപ്പാതി അല്ലെ, ജൂൺ ടു സെപ്റ്റംബർ. ഇത് ആദ്യം എത്തുന്നത് ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മക്കളെ? കേരളമാണ്. നമുക്കറിയാം മാംഗോ ഷവേഴ്സും ചെറി ബ്ലോസംസും ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ ഇത് പോകെ പറഞ്ഞുതരാം. ഇനി വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രത്യേകത എന്താണ്? തുലാവർഷം, ഒക്ടോബർ ടു നവംബർ മാസങ്ങളിൽ. ഇതിലൂടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം ഏതാ മക്കളെ? തമിഴ്നാടാണ്. കോറമണ്ടൽ തീരം. ഓക്കെ അല്ലേ? ഈ 2 സംഭവങ്ങളുടെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തുലാവർഷവും ഇടവപ്പാതി എന്താണെന്ന് മനസ്സിലായില്ലടാ. ഇനി സോയിൽ ടൈപ്സിലേക്ക് കിടക്കാം. ഇനി മാംഗോ ഷവേഴ്സിന്റെയും അതുപോലെ എന്താ ചെറി ബ്ലോസത്തിന്റെ പ്രത്യേകത എന്താ മക്കളെ? നമ്മുടെ വേനൽ മഴ അല്ലെ. വേനൽ മഴയുടെ സമയത്താണ് നമുക്ക് ഈ ഒരു ചെറി ബ്ലോസം അതുപോലെ മാംഗോ ഷവേഴ്സ് ഉണ്ടാകുന്നത്. കേരളത്തിൽ മാങ്ങ നല്ലോണം പഴുക്കുന്നത് ഈ ഒരു സമയത്താണ്, വേനൽ മഴയ്ക്ക് ശേഷമാണ്. അതുപോലെ ചെറി ബ്ലോസം തമിഴ്നാട്ടിൽ. ഓക്കെ അല്ലേ? അത് 2 കാര്യവും നിങ്ങൾക്ക് അറിയില്ലേ? ഇനി മണ്ണിനങ്ങൾ നോക്കാം. ഇതൊക്കെ നമ്മുടെ ക്ലാസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. എക്കൽ മണ്ണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്, കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ്, അതായത് നെൽകൃഷി, ഗോതമ്പിനൊക്കെ യൂസ് ചെയ്യുന്നത് അലൂവിയൽ സോയിലാണ്. കരിമണ്ണ്, ബ്ലാക്ക് സോയിൽ, റഗർ വിഭാഗത്തിൽ പെടുന്നതാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ലാവശിലകൾ പൊടിഞ്ഞുണ്ടാകുന്നു. ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്നു. ചെമ്മണ്ണ് അഥവാ റെഡ് സോയിൽ, ഇരുമ്പിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ചുവപ്പ് നിറമുള്ളതാണ്. ഏത്? ചെമ്മണ്ണ് അഥവാ റെഡ് സോയിൽ. ലാട്രൈറ്റ് സോയിൽ, ചരൽ മണ്ണ്, ചെങ്കൽ മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ലാട്രൈറ്റ് സോയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? ലാട്രൈറ്റ് സോയിലാണ്. തോട്ടവിളകൾക്ക് തേയില, കാപ്പി, റബ്ബർ എന്നീ കൃഷികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏതാണ്? ലാട്രൈറ്റ് സോയിലാണ്. ഇനി പ്രധാന വിളവെടുപ്പ് കാലങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഞാൻ 2 കൊടുത്തിട്ടുള്ളൂ, അവസാനത്തെ നിങ്ങൾ പറയണം.
ഖാരിഫ് വിളകൾ മൺസൂൺ കാല വിളകളാണ്. നെല്ല്, ചോളം, പരുത്തിയൊക്കെ കൃഷി ചെയ്യുന്നത് ആ സമയത്താണ്. ഖാരിഫ് വിളകളാണ് ഇത്. നമ്മൾ എപ്പോഴാണ് കൃഷി ആരംഭിക്കുന്നത്? എപ്പോഴാണ്? ജൂൺ മാസത്തിലാണ് അല്ലേ. ഇനി റാബി വിളകൾ, ശീതകാല വിളകൾ, ഗോതമ്പ്, ബാർലി, കടുക്. ഓക്കെ അല്ലേ. ഇനി സെയ്ദ് എന്ന് പറയുന്ന ഒരു വിളം കൂടെ ഉണ്ട്. ഓക്കെ, അത് വിള എടുക്കുന്നത് ഏതൊക്കെ ടൈപ്പാണ് അതിൽ വിള ചെയ്യുന്നതെന്നുള്ളത്, ഏതൊക്കെ ക്രോപ്സ് ആണ് അതിൽ കൃഷി ചെയ്യുന്നതെന്നുള്ളത്, ഒരു സെയ്ദ് വിഭാഗത്തിൽ ഏതൊക്കെയാണ് വിടുന്നതെന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ 3 ടൈപ്സ് ക്രോപ്സ് ഉണ്ട്: ഖാരിഫ്, റാബി, സെയ്ദ്. അപ്പം നമ്മൾ ഖാരിഫും റാബി ഞാൻ പറഞ്ഞു തന്നു, സെയ്ദ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ. 4ാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ ഭൂപ്രകൃതിയും നദികളാണ് കേട്ടോ പഠിക്കാനായിട്ട് പോകുന്നത്. ഭൂപ്രകൃതി വിഭജനം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ 3ആയിട്ട് തിരിക്കാം നമുക്ക്: മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് എന്ന് പറഞ്ഞാൽ എന്താ? സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ കൂടുതൽ ഉയരം. ഇടനാട് എന്ന് പറഞ്ഞാൽ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ. തീരപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 മീറ്ററിൽ താഴെ. 3ആയിട്ട് തിരിക്കാം: മലനാട്, ഇടനാട്, തീരപ്രദേശം. പഠിച്ചില്ലേ? ഇനി മലനിരകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ആനമുടി. നമ്മൾ പഠിച്ചു. തെക്കേ ഇന്ത്യയിലും ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ആനമുടി തന്നെയാണ്. ഇടുക്കി ജില്ലയിലാണ് കേട്ടോ ഈ ഒരു ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഈ റിവേഴ്സ് നമുക്ക് നോക്കാം. കേരളത്തിൽ എത്ര റിവേഴ്സ് ഉണ്ട് മക്കളെ? 41 നദികളുണ്ട് അല്ലേ. ആകെ നദികൾ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും ഉണ്ട് അല്ലേ ഉള്ളത്. ഇതിൽ കിഴക്കോട്ട് ഒഴുകുന്നത് 44. ഓക്കെടാ മക്കളെ, ചെറിയൊരു മിസ്റ്റേക്കാണ്. ഇത് 44 കേട്ടോ. 44 നദികളുണ്ട് നമുക്ക്. 44 നദികളുണ്ട്. ഇത് ഞാൻ പ്രിന്റിങ് മിസ്റ്റേക്കിൽ എന്തോ പറ്റിയതാണ്. ഓക്കെ അല്ലേ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, 44 നദികളുണ്ട്. ഇത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ഒന്നൊരു മിസ്റ്റേക്കാണ്. അതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. കിഴക്കോട്ട് ഒഴുകുന്നത് 3 നദികളാണ്: കബനി, ഭവാനി, പാമ്പ. ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. 244 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴ. ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ. ഓക്കെ, ഇനി കായലുകളുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ കായലുകളുടെ എണ്ണം 34 എണ്ണമാണ്. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. അതുപോലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് നാഷണൽ പാർക്സ്. ദേശീയോദ്യാനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട് മക്കളെ? 5 ദേശീയോദ്യാനങ്ങളുണ്ട്. അവരുടെ പ്രത്യേകതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരവിക്കുളം നാഷണൽ പാർക്ക് എന്തിനാണ് പ്രശസ്തമായിട്ടുള്ളത്? വരയാടുകൾക്കാണ് അല്ലേ. കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്കാണ് അല്ലേ. നീലഗിരി ഠാർ അതിന് പ്രശസ്തമായിട്ടുള്ളതാണ്. ഇനി സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ പ്രത്യേകത എന്താണ്? സിംഹവാല കുരങ്ങുകൾക്കാണ് പ്രശസ്തം. കുന്തിപ്പുഴ ഒഴുകുന്നത് ഏതിലാണ്? സൈലന്റ് വാലിയിലാണ്. പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമുടി ചോല ഇടുക്കിയിലാണ്. അതുപോലെ മതിക്കെട്ടൻ ചോല ഇടുക്കിയിലാണ്. പാമ്പാടും ചോലയും ഇടുക്കിയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഇരവിക്കുളം ദേശീയോദ്യാനം, അതുപോലെ സൈലന്റ് വാലി, അതുപോലെ പാമ്പാടും ചോല. ഈ ആനമുടി മതിക്കെട്ടനും ഞാൻ ഒരുപാട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. നിങ്ങൾ ഈ ജസ്റ്റ് ഈ 3 എണ്ണം ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ എന്താ പറയുക ജിയോഗ്രഫി ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം ടോപ്പിക്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി വേൾഡ് ജിയോഗ്രഫീനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏത് മഴക്കാടുകളാണെന്നുള്ളത് നമ്മുടെ WCPO ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ആൻസർ വരുന്നത് ആമസോൺ കാടുകളാണ് അല്ലേ. പിന്നെ വേറെന്താ ക്വസ്റ്റ്യൻ വരുന്നത്? നമ്മുടെ ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഇന്റേണൽ പാർട്ട് ഓഫ് ദ എർത്തിന്റെ ഭാഗങ്ങളാണ് ഈ ഒരു ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ, ഇന്നർ കോർ, ഔട്ടർ കോർ. പിന്നെ വേറെന്താണ് മക്കൾ? നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇതിൽ സ്ട്രാറ്റോസ്ഫിയറിൽ കൂടെയാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി നിലനിൽക്കുന്നത്. ഇനി ഓസോൺ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെപ്റ്റംബർ 16 അപ്പോൾ ഞാനിതിൽ പെടാത്ത കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ വേറെന്താ മക്കളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വരുന്നത്? ഈ ഒരു 5 ഭാഗങ്ങൾ നിങ്ങൾക്കറിയാലോ. ഈ ഒരു അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്ത് പോകുന്ന 8 സംസ്ഥാനങ്ങൾ, ആ 8 സംസ്ഥാനങ്ങളും
കറക്റ്റായിട്ട് തന്നെ പഠിക്കാം. നമ്മുടെ ക്ലാസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കൊക്കെ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലടാ? അപ്പോൾ ജോഗ്രഫി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് വിഭാഗമാണ്. അപ്പോൾ മറക്കാണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ആ ഒരു ക്ലാസ്സും കൂടെ കാണാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് വിഭാഗത്തിൽ നിന്ന് PSC ഇതുവരെ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സും റിലേറ്റഡ് ആയിട്ടുള്ള കീ ഫാക്ട്സുമാണ് നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫയർമാൻ ഫയർ വുമൺ ആവശ്യമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം നമ്മളിതിൽ കവർ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. തീയുടെ വർഗീകരണവും അണക്കൽ രീതികളും, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ ആൻഡ് എക്സ്റ്റിൻഗ്വിഷിംഗ് മെത്തേഡ്സ് ആണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ് ABCDE ഫയർ വിഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ABC നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ABC സോളിഡ് ആയിട്ടുള്ള ഐറ്റംസ്, അതായത് മരം, പേപ്പർ, തുണി, പ്ലാസ്റ്റിക് മൂലം ഉണ്ടാവുന്ന തീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസ് A എന്ന് പറയുന്നത്. ഉപയോഗിക്കുന്ന എക്സ്റ്റിൻഗ്വിഷർ എന്ന് പറയുന്നത് എന്താണ്? വെള്ളമാണ് അല്ലേ? ഇനി ക്ലാസ് Bനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് അഥവാ ദ്രാവകം, പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, പെയിന്റ് എന്നിവ മൂലം ഉണ്ടാകുന്ന തീ അണയ്ക്കാനാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഫോം അല്ലെങ്കിൽ ഡ്രൈ കെമിക്കൽ പൗഡർ ഒക്കെയാണ് മെയിനായിട്ട് ഇതിൽ എക്സ്റ്റിൻഗ്വിഷറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, വെള്ളം ഒരിക്കലും നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ എക്സ്റ്റിൻഗ്വിഷറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അടുത്തത് ക്ലാസ് ക്ലാസ് C ആണ്. ഫ്ലെയിമബിൾ ഗ്യാസസ് ആണ് നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഫ്ലെയിമബിൾ ഗ്യാസസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വാതകങ്ങൾ, LPG, CNG തുടങ്ങിയ വാതകങ്ങളാണ് ഉണ്ടാവുന്ന തീനെയാണ് എന്ത് പറയുന്നത്? ക്ലാസ് C ടൈപ്പ് ഫയർ എന്ന് പറയുന്നത് അല്ലേ? ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന എക്സ്റ്റിൻഗ്വിഷർ എന്താ മക്കളെ? DCPയും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഇതിൽ വെള്ളം ഉപയോഗിക്കാൻ പാടും, ഇതിലും വെള്ളം ഉപയോഗിക്കാനായിട്ട് പാടില്ല. എന്താ കാരണം? വെള്ളം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? ഇനി ക്ലാസ് D ഫയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഗ്നീഷ്യം, കമ്പഷബിൾ മെറ്റൽസ് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. മെഗ്നീഷ്യം, അലുമിനിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് ക്ലാസ് D ഫയർ എന്ന് പറയുന്നത് അല്ലേ? അണയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന എക്സ്റ്റിൻഗ്വിഷർ എന്താണ്? ഡ്രൈ പൗഡർ ആണ് അല്ലേ? നമ്മുടെ ഡ്രൈ കെമിക്കൽ പൗഡർ തന്നെയാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. ഇനി ക്ലാസ് E പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ ABCD നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു അല്ലേ? ഖരം, ദ്രാവകം, വാതകം. D എന്തായിരുന്നു മക്കളെ? മെറ്റൽസ് ആണ്. പിന്നെ E എന്താ? ഇലക്ട്രിസിറ്റി. E ഫോർ ഇലക്ട്രിസിറ്റി. ആ രീതിയിൽ പഠിക്കുക കേട്ടോ. ഷോർട്ട് സർക്യൂട്ട് മൂലവും വൈദ്യുതി ഉപകരണങ്ങളിൽ നിന്നുണ്ടാകുന്ന തീയാണ് എന്ത്? ക്ലാസ് E ഫയറുകൾ എന്ന് പറയുന്നത് അല്ലെ? ഇതിലും നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പാടോ? ഇല്ല, ഷോക്ക് ഏൽക്കും അല്ലെ? അതുകൊണ്ട് നമ്മൾ ഇതിൽ വെള്ളം ഒരിക്കലും എക്സ്റ്റിൻഗ്വിഷർ ആയിട്ട് യൂസ് ചെയ്യില്ല. പകരം എന്താ നമ്മൾ യൂസ് ചെയ്യാം? CO2 അല്ലെ? CO2 ആണ് യൂസ് ചെയ്യുക അല്ലെ? ഇനി ക്ലാസ് F ഫയറുകൾ എന്താണ്? കിച്ചൺ ഓയിൽസ് ആണ് അല്ലെ? പാചക എണ്ണകൾ, നെയ്യ് എന്നിവ കത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ത്? ക്ലാസ് F ഫയർ അല്ലെ? വെറ്റ് കെമിക്കൽ ആണ് ഇതിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന എക്സ്റ്റിൻഗ്വിഷർ എന്ന് പറയുന്നത് അല്ലെ? ഇതിൽ കിച്ചൺ ഓയിൽസ് വളരെ റെയർ ആയിട്ടാണ് ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ക്ലാസ് ABCDE നിങ്ങൾ പഠിച്ചാൽ മതി. ക്ലാസസ് ഓഫ് ഫയർ നിങ്ങൾ മെയിനായിട്ട് പഠിച്ചാൽ മതി. ക്ലാസ് F ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഇനി തീ അണയ്ക്കുന്ന 3 രീതികൾ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചു ഫയർ ട്രയാങ്കിൾ എന്താണെന്നുള്ളത്. ഫയർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു ട്രയാങ്കിൾ പോലെ 3 ഐറ്റംസ് ആണ് ഫയർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഒന്ന് ഇന്ധനം, ഒന്ന് ഹീറ്റ്, ഒന്ന് ഓക്സിജൻ. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീ കെടുത്താൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ തീ കെടുത്തുന്ന രീതികളാണ് നമ്മൾ പറയുന്നത്. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ 3 ട്രയാങ്കിൾസിൽ, ഈ ഫയർ ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ ഇന്ധനം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫയർ കെടുത്തുന്ന രീതിയിലാണ് എന്ത് പറയുന്നത്? സ്റ്റാർവേഷൻ എന്ന് പറയുന്നത് അല്ലെ? ഇനി സ്മദറിങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മദറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ നമ്മൾ എന്താ മാറ്റിയിട്ട് തീ കെടുത്തുന്ന രീതിയിലാണ് എന്ത് പറയുന്നത്? സ്മദറിങ് എന്ന് പറയുന്നത്. ചാക്കൊക്കെ പുതപ്പിച്ച് തീ കെടുത്തുന്നതും അതിൻ്റെ ഒരു മെത്തേഡാണ്. ഇനി കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കൂളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക, ചൂട് ഒഴിവാക്കിയതിന് ശേഷം തീ കെടുത്തുന്ന രീതിയാണ് എന്ത് പറയുന്നത്? കൂളിംഗ് എന്ന് പറയുന്നത് അല്ലേ? ഉദാഹരണം എന്താണ്? വെള്ളം തളിക്കുന്നതൊക്കെ കൂളിങ്ങിൻ്റെ ഒരു ഉദാഹരണമാണ്. അടുത്ത ടോപ്പിക്ക് അടുത്തത് ഫയർ എക്സ്റ്റിൻഗ്വിഷറുകളും അവയുടെ ഉപയോഗവും. തീപിടുത്തം ഉണ്ടായാൽ പ്രാഥമികമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് എന്ത് മെയിനായിട്ട് ഇതിൽ വരുന്നത്. എക്സ്റ്റിൻഗ്വിഷറിന്റെ കളർ കോഡിങ്ങുകൾ എന്തൊക്കെയാ മക്കളെ? വാട്ടർ എക്സ്റ്റിൻഗ്വിഷർ ആണെന്നുണ്ടെങ്കിൽ സിഗ്നൽ റെഡ് ആണ്. ഫോം എക്സ്റ്റിൻഗ്വിഷറുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ ക്രീമാണ്. ഡ്രൈ പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് ബ്ലൂ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആണ്. വെറ്റ് കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ കാനറി യെല്ലോ ആണ്. ഈ കളേഴ്സ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം കേട്ടോ. വാട്ടർ എക്സ്റ്റിൻഗ്വിഷർ ആണെന്നുണ്ടെങ്കിൽ റെഡും,
ഫോം ആണെങ്കിൽ ക്രീമും, ഡ്രൈ പൗഡർ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ഫ്രഞ്ച് ബ്ലൂവും, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ബ്ലാക്കും, വെറ്റ് കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ കാനറി യെല്ലോയും. ഈ കളേഴ്സ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി പാസ് റൂൾ നോക്കാം. ഇനി ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകൾ പ്രവർത്തിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കേണ്ട ക്രമം നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം. പാസ് എന്നാണ് ആ ഒരു റൂളിന്റെ പേര്. P for pull the pin, A for aim the base of the wire, S for squeeze of the lever, S for sweep from side to side. പുൾ ദ പിൻ എന്ന് പറഞ്ഞാൽ എന്താ? സേഫ്റ്റി പിന്ന് വലിക്കുക. എയിം അറ്റ് ദ ബേസ് ഓഫ് ദ ഫയർ എന്ന് പറഞ്ഞാൽ തീയുടെ അടിഭാഗത്തേക്ക് ലക്ഷ്യം വെക്കുക. സ്ക്വീസ് ദ ലിവർ എന്ന് പറഞ്ഞാൽ ലിവർ അമർത്തുക. സ്വീപ്പ് ഫ്രം സൈഡ് ടു സൈഡ് എന്ന് പറഞ്ഞാൽ ഇരുവശങ്ങളിലേക്കും വീശുക. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പ്രഥമ ശുശ്രൂഷയും അടിയന്തര പരിചരണവും. അതായത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് CPR എന്ന് പറയുന്നത്, കാർഡിയോ പൾമണറി റെസ്യൂസിറ്റേഷൻ. ആ ഒരു ഫുൾ ഫോം നിങ്ങൾ ആദ്യം കറക്റ്റായിട്ട് പഠിക്കുക. ഹൃദയമിടിപ്പും ശ്വാസവും നിലച്ച വ്യക്തിക്ക് നൽകുന്ന ഒരു സംഭവമാണ് ഈ ഒരു CPR. നമ്മൾ മൗത്ത് ടു മൗത്ത് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റേഷ്യോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 30 ചെസ്റ്റ് കംപ്രഷനുകളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അതിൽ ഇടവിട്ട് 2 തവണ കൃത്രിമ ശ്വാസം നമ്മൾ കിടക്കണം. 30:2 എന്നുള്ള ആ ഒരു റേഷ്യോയിൽ വേണം ചെയ്യാനായിട്ട്. മിനിറ്റിൽ 100 തൊട്ട് 120 തവണ വരെ നമ്മൾ അമർത്തണം. ഓക്കെ, നമ്മളിനി കുറച്ച് എന്താ പറയുക എമർജൻസി കെയറുകളും അതുപോലെ കുറച്ച് ആക്സിഡൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്നേക്ക് ബൈറ്റ്. ഒരാൾക്ക് സ്നേക്ക് ബൈറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും നമ്മൾ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം. അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? രോഗിയെ പൂർണ്ണമായിട്ടും ശാന്തനാക്കുക. നമ്മൾ ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം. ഭയം മൂലം ഹൃദയമിടിപ്പ് കൂടി വിഷം വേഗം പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ആളെ കൂളാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. കടിയേറ്റ ഭാഗം ഹൃദയത്തിന്റെ ലെവലിനേക്കാൾ താഴ്ത്തി പിടിക്കണം. മുറിവുള്ള ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി മൃദുവായിട്ട് കഴുകി എത്രയും വേഗം ആന്റി സ്നേക്ക് വെനം ലഭ്യമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി ചെയ്യരുതാത്ത കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുറിവിലൂടെ വിഷം വായ വെച്ച് വലിച്ചെടുക്കാൻ ശ്രമിക്കരുത്. വായ വെച്ച് നമ്മൾ ആ ഒരു ഊറ്റിയെടുത്ത് പുറത്തേക്ക് തുപ്പാനൊന്നും ശ്രമിച്ചേക്കരുത്. മുറിവ് കീറരുത്. പിന്നെ രക്തയോട്ടം പൂർണ്ണമായി തടയുന്ന രീതിയിൽ ടൂർണിക്കറ്റ് കെട്ടരുത്. നമ്മൾ അമർത്തി ആ ഒരു മാമടിയേറ്റ ഭാഗം ശക്തിയായിട്ടൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കെട്ടുള്ള ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ച് കളയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരെ പോവാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ടൂർണിക്കറ്റ് കെട്ടരുതെന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇലക്ട്രിക് ഷോക്കിന്റെ കേസ് വന്നാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത് നോക്കാം. ഇനി ഇലക്ട്രിക് ഷോക്കിന്റെ കേസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഒരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റ ആളുടെ സിറ്റുവേഷൻ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ എമർജൻസി കെയർ ആയിട്ട് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ ഒരു മിനിറ്റ് വൈദ്യുതാഘാതമല്ലേ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം അല്ലേ? അല്ലെങ്കിൽ മരം, പ്ലാസ്റ്റിക് തുടങ്ങി വൈദ്യുതി കടന്നു പോകാത്ത വസ്തുക്കൾ, ബാഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയും, ഉപയോഗിച്ച് രോഗിയെ വൈദ്യുതി ഉറവിടത്തിൽ നിന്ന് നമ്മൾ മാറ്റുക എന്നുള്ളത്. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വേണം രോഗിയെ തട്ടി അവിടെ നിന്ന് മാറ്റാനായിട്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രോഗിയെ തൊടുന്നതിന് മുമ്പ് നമ്മൾ സുരക്ഷിതരാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. രോഗിക്ക് ബോധമുണ്ടെങ്കിൽ വായു സഞ്ചാരത്തിന്റെ ഇടത്തേക്ക് മാറ്റുക. ശ്വാസമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒട്ടനെ CPR കൊടുക്കണം. ഓക്കെ അല്ലേ? ബോധം ഉണ്ടെങ്കിൽ നമ്മൾ വായു സഞ്ചാരമുള്ള ഓക്സിജൻ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് ആളെ മാറ്റണം. ഇനിയിപ്പോൾ അതിൽ ശ്വാസം ഇല്ല, ആൾ അബോധാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു CPR ആരംഭിക്കണം. ഇനി ബേൺസ് നമുക്ക് നോക്കാം. ബേൺസിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാ മക്കളെ? പൊള്ളലേറ്റ ഭാഗത്ത് 10 മുതൽ 20 മിനിറ്റ് വരെ തണുത്ത വെള്ളം നമ്മൾ ഒഴിക്കണം. അതായത് റണ്ണിങ് വാട്ടർ വേണമെന്ന് പറയാം. അതായത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല തണുത്ത പൈപ്പ് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് നല്ല കാര്യം. ഐസ് ഒരിക്കലും നേരിട്ട് വെക്കാൻ പാടില്ല. പിന്നെ എന്താ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്? കുമിളകൾ പൊട്ടിക്കാനായിട്ട് പാടില്ല. കെമിക്കൽ പൊള്ളലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ച് കഴുകണം. ഓക്കെ അല്ലേ? ഈ ആസിഡ് ബേൺസിന്റെ ഒക്കെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാക്സിമം ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കാനാണ് നമ്മൾ ചെയ്യണം. നമ്മുടെ ആ ഒരു ആസിഡ് ബേൺസ് ആണെന്നുണ്ടെങ്കിൽ ആസിഡ് എവിടെയാണോ വിടുന്നത് അവിടെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കണം. എന്താ കാരണം? മാക്സിമം ആ ഒരു ഹീറ്റ് എന്താ പറയുക ഉള്ളിലോട്ട് കടത്തി വിടാണ്ടിരിക്കണം. ഈ നെയ്യ് അതുപോലെ ടൂത്ത് പേസ്റ്റ് ഒന്നും തേക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് മക്കളെ? അതിൽ ഫ്ലൂറിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഹീറ്റ് ഉള്ളിൽ തന്നെ തങ്ങി നിർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അതൊന്നും
ചെയ്യരുതെന്ന് പറയുന്നത്. ചൂട് പുറത്തേക്ക് പോയാലാണ് നമ്മുടെ ആ ഒരു ഭാഗം ഹീലാവുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ നെയ്യ്, വെണ്ണ, അതുപോലെ ഈ ടൂത്ത് പേസ്റ്റ് ഒന്നും തേക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം കേട്ടോ. ഇനി ബ്ലീഡിങ്ങും ചോക്കിങ്ങും ഒക്കെ ഉണ്ടായാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? രക്തസ്രാവം തടയാൻ മുറിവിൽ നേരിട്ട് സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. തൊണ്ടയിൽ ആഹാരം, മറ്റു വസ്തുക്കൾ കുടുങ്ങി ശ്വാസം മുട്ടുമ്പോൾ ചോക്കിങ് നൽകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹെംലിച്ച് മാനുവൽ മെത്തേഡ്, അതായത് നമ്മൾ ചെസ്റ്റിൻ്റെയും വയറിൻ്റെയും മുകളിലായിട്ടുള്ള ഒരു ഭാഗത്ത് മുഷ്ടി ചുരുട്ടി പിടിച്ച് നമ്മൾ അമർത്തി വിട്ട് ആ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന ഒരു സംഭവം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു മെത്തേഡിനെയാണ് ഹെംലിച്ച് മാനുവർ എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു രീതി ഒക്കെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് നമ്മുടെ 4ാമത്തെ ടോപ്പിക്ക് ദുരന്ത നിവാരണവും റെസ്ക്യൂ ഓപ്പറേഷൻസും ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ദുരന്തങ്ങളെ നേരിടാനുള്ള സംവിധാനങ്ങളും രക്ഷാപ്രവർത്തന രീതികളുമാണ് നമ്മളിതിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് നിലവിൽ വന്ന വർഷം 2005. NDMA നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ആസ്ഥാനം ന്യൂഡൽഹി. ഇനി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കേസാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത് ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ആസ്ഥാനം ട്രിവാൻഡ്രം. ഇനി DDMA ജില്ലാതലം ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കേസാണെന്നുണ്ടെങ്കിൽ ചെയർമാൻ ആരാണ്? ജില്ലാ കളക്ടറാണ്. കോ ചെയർമാൻ ആരാണ്? ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ പ്രസിഡന്റ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഈ ഒരു കോ ചെയർമാൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി പ്രധാന രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ നോക്കാം. 1ാമത്തെ ഉപകരണം ഹൈഡ്രോളിക് സ്പ്രെഡർ ആൻഡ് കട്ടർ. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ വെട്ടിപ്പൊളിച്ച് രക്ഷിക്കാൻ ഫയർഫോഴ്സ് ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണമാണ് എന്ത്? ഹൈഡ്രോളിക് സ്പ്രെഡർ ആൻഡ് കട്ടർ. ഓക്കെ അല്ലേ? ഇനി SCBA സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ്. ആ ബ്രീത്തിങ് അപ്പാരറ്റസ് എന്നുള്ള ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഓടുന്നുണ്ടാവും. അതായത് പുക നിറഞ്ഞ അന്തരീക്ഷത്തിലോ വിഷവാതകം ഉള്ളയിടത്തോ രക്ഷാപ്രവർത്തകർ ശ്വസനത്തിനായി പുറകിൽ ധരിക്കുന്ന ഓക്സിജൻ എയർ സിലിണ്ടർ സംവിധാനത്തിനെയാണ് എന്ത് പറയുന്നത്? സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി ലൈഫ് ബോയ് അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് എന്ന് പറയുന്നത് എന്താ മക്കളെ? വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അല്ലേ, ലൈഫ് ബോയ് ആൻഡ് ലൈഫ് ജാക്കറ്റ്. ഈ 3 രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ നിങ്ങൾ പഠിച്ചില്ലടാ? ഓക്കെ അല്ലേ? ഇനി മേഘവി സ്ഫോടനവും വെള്ളപ്പൊക്കം ഉണ്ടായാൽ എന്താ നമ്മൾ ഉപയോഗിക്കുക? നോക്കിയടാ, മേഘവി സ്ഫോടനവും അതുപോലെ വെള്ളപ്പൊക്കത്തിന്റെ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഫ്ലഡ് ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഫ്ലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ വെള്ളപ്പൊക്കം, അതാണ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. ഇതിന് കാരണമാകുന്ന എന്താണ്? മേഘവി സ്ഫോടനം. അപ്പോൾ അത് റിലേറ്റഡ് ഫാക്റ്റ് ആണ് കേട്ടോ. ഫ്ലാഷ് ഫ്ലഡും അതുപോലെ മേഘവിസ്ഫോടനവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ വെള്ളപ്പൊക്കമാണ് എന്ത്? ശക്തമായ മഴയുടെ ലൂടെ ഉണ്ടാകുന്നതാണ് എന്ത്? വെള്ളപ്പൊക്കം. ഇതിന് കാരണമാകുന്ന എന്താണ്? മേഘവിസ്ഫോടനം. എന്നാൽ ഒരു ചെറിയ പ്രദേശത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മണിക്കൂറിൽ 10 സെന്റിമീറ്ററോ അതിൽ കൂടുതൽ പെയ്യുന്ന അതിശക്തമായ മഴയിലാണ് എന്ത് പറയുന്നത്? മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഒത്തിരി ചോദിക്കുന്നത് കണ്ടിട്ടില്ല. ഓക്കെ അല്ലേ? NDRFന്റെ ഫുൾ ഫോം എന്താ മക്കളെ? നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ് കേട്ടോ. അതെന്നാ നിലവിൽ വന്നത്? 2006 ആ ഒരു സംഘടനയുടെ മാതൃകയിലാണ് എന്ത് രൂപീകരിച്ചത്? കേരളത്തിലെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപീകരിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നമ്മൾ അറിഞ്ഞിരിക്കുന്നതിന്റെ ഒരു ഹിസ്റ്ററിയാണ്. അതായത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ചരിത്രവും നിയമങ്ങളും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിയമങ്ങളും ചരിത്രത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. കേരള ഫയർഫോഴ്സ് ആക്ട് നിലവിൽ വന്ന വർഷം 1962. തിരുകൊച്ചിയിലാണ് ഫയർ സർവീസ് നിലവിൽ വന്നത് 1949. തുടക്കത്തിൽ ഫയർഫോഴ്സ് എന്നായിരുന്നു വകുപ്പിന്റെ പേര്. 2002 കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന പേര് മാറ്റിയത്. ഓക്കെ അല്ലേ? അപ്പോൾ ആക്ട് നിലവിൽ വന്ന വർഷം 1962. തിരുക്കൊച്ചി ഫയർ സർവീസ് നിലവിൽ വന്നത് 1949. തുടക്കത്തിൽ ഫയർഫോഴ്സ് എന്നായിരുന്നു, പിന്നീട് അത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് 2002 മാറ്റി. ഇനി വകുപ്പിന്റെ ഘടനയും തലവനും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വകുപ്പിന്റെ തലവൻ എന്ന് പറയുന്നത് IPS റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. അതായത് DGP ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് വകുപ്പിന്റെ പ്രധാന പരമാധികാരി ഒരു IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. വകുപ്പിന്റെ ആപ്തവാക്യം ആപത്ത് സുഹൃത്ത്, ഫ്രണ്ട് ഇൻ ഡിസ്ട്രസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നിലവിലെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ DGPയുടെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേടാ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ PDF ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അടിയന്തര സഹായത്തിനായുള്ള ടോൾ ഫ്രീ നമ്പർ എന്താ മക്കളെ? 101. ഇപ്പോൾ ഏകീകൃത നമ്പറായ
112ലേക്ക് മാറ്റിയിട്ടുണ്ട്. 112ലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 101 ആയിരുന്നു, ഇപ്പോൾ ഏകീകൃത നമ്പർ ആയിട്ടുള്ള 112ലേക്കും മാറ്റിയിട്ടുണ്ട്. ഇനി പരിശീലന കേന്ദ്രങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂരിലെ വിയ്യൂരിലാണ് അല്ലെ. 2002 സ്ഥാപിച്ചു. ഫയർമാൻമാർക്ക് ഔദ്യോഗിക പരിശീലനം നൽകുന്നതും അവിടെ തന്നെയാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ദേശീയ അഗ്നിശമന സേനാ ദിനം. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏപ്രിൽ 14 1944 ഏപ്രിൽ 14 മുംബൈ തുറമുഖത്തുണ്ടായ കപ്പൽ തീപിടുത്തത്തിൽ വീരമൃത്യു വരിച്ച അഗ്നിശമന സേനകളുടെ ഓർമ്മയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? ഏപ്രിൽ 14 എന്തായിട്ട് ആചരിക്കുന്നത്? അഗ്നിശമന ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ. നാഷണൽ ഫയർ സർവീസ് ഡേ ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 14 അല്ലെ. ഏപ്രിൽ 14 മുതൽ 20 വരെയാണ് ഫയർ സർവീസ് വാരമായി, ഫയർ സർവീസ് വീക്ക് ആയിട്ട് ആചരിക്കുന്നത്. അങ്ങനെയാണ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മക്കളെ. ഫസ്റ്റ് എയ്ഡ് എന്ന വേർഡ്, ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രെഡറിക് എസ്മാർട്ട് ആണ് അല്ലെ. പിന്നെന്താണ് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉണ്ടായിരിക്കുന്ന പ്രധാന ഉപകരണങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ. കുറച്ചധികം ഉപകരണങ്ങളുണ്ട്. പിന്നെ എവിടെയൊക്കെയാണ് ഫയർ കിറ്റുകൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ നമ്മൾ മെയിനായിട്ട് കരുതേണ്ടത്? സ്കൂളുകൾ, പബ്ലിക് ഓഫീസുകൾ പ്രധാനമായിട്ടുള്ളത്. അതുപോലെ നമ്മുടെ വാഹനങ്ങളിലൊക്കെ എന്ത് നമ്മൾ കരുതണം? ഫസ്റ്റ് എയ്ഡ് കിറ്റ് കരുതണം. ഒട്ടുമിക്ക പോയിന്റ്സ് നമ്മൾ ഇതിൽ ക്ലിയർ ചെയ്തില്ലടാ. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്കിനി അടുത്തത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തിലേക്ക് പോകാലോ? ഓക്കെ അല്ലേ? സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലേടാ? ഓക്കെ, താങ്ക് യു മക്കളെ. അപ്പൊ നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് സെഷൻസിലേക്ക് കടക്കാം. ഞാൻ മാക്സിമം നോബൽ സമ്മാനങ്ങളും കായികം അതുപോലെ അപ്പോയിന്റ്മെന്റ്സ് അതുപോലെ സ്പോർട്സ് എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പദവികൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എല്ലാ ആംഗിളിലും ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം നിങ്ങൾക്ക് തരാനായിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ 2024 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മക്കളെ? 2024 കേട്ടോ ചോദിക്കുന്നത്. ഉത്തരം ആരാണ്? സൈമൺ ജോൺസൺ ആണ്. 3 പേർക്ക് 2024 ആക്ച്വലി നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. സൈമൺ ജോൺസൺ ആണ് പ്രധാനപ്പെട്ട വ്യക്തി. മറ്റു 2 വ്യക്തികളുടെ പേര് നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേടാ. ഈ സൈമൺ ജോൺസൺ ആണ് നിങ്ങൾ മെയിനായിട്ട് അറിയേണ്ടത്. ബാക്കി 2 പേരുടെ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. 2025 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ആർക്കൊക്കെയാണ്? ഉത്തരം നോക്കിക്കേ. ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവാർട്ട്, ജോൺ മാർട്ടിനസ്. 3 പേർക്കാണ് കേട്ടോ. 2 ജോണും 1 മൈക്കിളിനുമാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? ഭൗതിക ശാസ്ത്രത്തിൽ 2025 നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. ഇനി 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനായിരുന്നു മക്കളെ? എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2025 രസതന്ത്ര അവാർഡ് കിട്ടിയത് ഏത് സബ്ജക്റ്റിനായിരുന്നു? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിനല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി 2023 രസതന്ത്ര നോബൽ പുരസ്കാരം ഏത് കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോപ്പുകളുടെ കണ്ടുപിടുത്തവും സമന്വയവുമാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി നടൻ ആരാണ് മക്കളെ? മോഹൻലാൽ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി നടൻ ആരാണ്? മോഹൻലാലാണ്. ഇ സന്തോഷ് കുമാറിന്റെ ഏത് നോവലിനാണ് 2025 വയലാർ പുരസ്കാരം ലഭിച്ചത്? തപോമയയുടെ അച്ഛൻ എന്ന നോവലല്ലേ? അപ്പോൾ ഈ സന്തോഷ് കുമാറിനാണ് 2025 വയലാർ പുരസ്കാരം കിട്ടിയതെന്നുള്ള കാര്യം ഓർക്കുക. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച കൃതിയും അതിന്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? കെ അരവിന്ദാക്ഷൻ അല്ലേ? ഗോപ എന്ന് പറയുന്ന നോവലിനല്ലേ കിട്ടിയത്? ഇനി 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളത്തിൽ നേടിയത് ആർക്കാണ്? അഖിൽ പി ധർമ്മജൻ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സ്പോർട്സിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ആദ്യമായി വനിതാ T20 ലോകകപ്പ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഇന്ത്യ ആദ്യമായി വനിതാ T20 ലോകകപ്പ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു മക്കളെ? ഹെർമൻ പ്രീത് കൗൾ അല്ലേ? 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളി ഹോക്കി താരം ആരാണ്? PR ശ്രീജേഷ്. അപ്പൊ PR ശ്രീജേഷിനാണ് 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളി ഹോക്കി താരം. ഇനി 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ വനിതാ താരങ്ങൾ ആരൊക്കെയാണ്? ഉസ്മാൻ ഡെംബാലയ്ക്കാണ് മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം കിട്ടിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ
ഫിഫ ദ ബെസ്റ്റ് ഫീമെയിൽ അവാർഡ് കിട്ടിയ വ്യക്തി ആരാണ് മക്കളെ? ഐറ്റാന ബോൺമാർട്ടി അല്ലേ? സ്പെയിൻ കാര്യമായിട്ടുള്ള ഐറ്റാന ബോൺമാർട്ടിക്കാണ് ഫിഫ ദ ബെസ്റ്റ് ഫീമെയിൽ വിഭാഗത്തിൽ അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തി കേട്ടോ. ഇനി 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? മിലാനോ കോർട്ടീന, ഇറ്റലി. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? മിലാനോ കോർട്ടീന, ഇറ്റലി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ് മക്കളെ? MS ധോണി അല്ലേ? 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? MS ധോണിയാണ് അല്ലേ. ഇനി 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ് മക്കളെ? സഞ്ജു സാംസൺ അല്ലേ? 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സയൻസിന്റെ ഭാഗം നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്ന മിഷൻ ഏതാണ് മക്കളെ? മിഷൻ സുദർശന ചക്ര. ഒന്നുകൂടെ, മിഷൻ സുദർശന ചക്രയാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ISRO വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളാരിമീറ്റർ ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റ്. അപ്പോൾ എക്സ്പോസാറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളാരിമീറ്റർ എന്ന കാര്യം മറക്കരുത്. ചന്ദ്രയാൻ 3 വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി എന്നാണ്? 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ഈ ദിവസം ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആരാണ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ശുഭാംശു ശുക്ലയാണ്. അപ്പോൾ ശുഭാംശു ശുക്ലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ. ഓക്കെ അല്ലേ? ഇനി 2024 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്ത്? കാലാവസ്ഥ നിരീക്ഷണമാണ് അതിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസാറ്റ് 3DSന്റെ എന്താ മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്താണ് മക്കളെ? കാലാവസ്ഥ നിരീക്ഷണമാണ്. ഓക്കെ അല്ലേ? ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെയാണ് അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നത്? 2025 അല്ലേ? 2025 അല്ലേ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നത്? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാകുന്ന ഇന്ത്യൻ വംശജൻ ആരാണ്? ഗോപീചന്ദ് തോട്ടക്കുറ. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാകുന്ന ഇന്ത്യൻ വംശജൻ ആരാണ്? ഗോപീചന്ദ് തോട്ടക്കുറ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദവികൾ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗണേഷ് കുമാർ അല്ലേ? അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ ഗണേഷ് കുമാർ ആണ് ഇപ്പോഴത്തെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. അപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് 53ാമത് ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. അങ്ങനെയാണെങ്കിൽ 52ാമത്തെ ആരായിരുന്നു മക്കളെ? BR ഗവായി ആണ് അല്ലേ? ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്ത്യയുടെ നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? ഉത്തരം അജിത് ഡോവൽ. അജിത് ഡോവൽ ആണ് നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യയുടെ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിക്കപ്പെട്ടത് ആരാണ്? രാജ്കുമാർ ഗോയൽ ഇന്ത്യയുടെ 13ാമത്തെ കമ്മീഷണറാണ്. അപ്പോൾ രാജ്കുമാർ ഗോയൽ ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിക്കപ്പെട്ടത്. നിലവിലെ കേരള കാർഷിക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ ആരാണ്?
ഉത്തരം കെ അബ്രഹാം മാത്യു. അപ്പോൾ കെ അബ്രഹാം മാത്യു ആണ് കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ അല്ലേ? കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ച സംസ്ഥാന വയോജന കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ഉത്തരം കെ സോമപ്രസാദ് ആണ്. കെ സോമപ്രസാദ് ആണ് കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ച സംസ്ഥാന വയോജന കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ഓക്കെ അല്ലേ? 16ാം ധനകാര്യ കമ്മീഷൻ 16th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം അരവിന്ദ് പനഗരിയ. അപ്പൊ അരവിന്ദ് പനഗരിയാണ് 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. കേരള ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ് ഭവൻ പുനർനാമകരണം ചെയ്ത പുതിയ പേരെന്താണ്? ഉത്തരം ലോക് ഭവൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം ചേനാബ് നദി. 2025 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ആഗോള പട്ടിണി സൂചിക പ്രകാരം ഏറ്റവും ദാരിദ്ര്യമായ രാജ്യം ഏതാണ്? സൊമാലിയ. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ഏതെല്ലാമാണ്? റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നം ആന, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചിഹ്നം കഴുത. അപ്പോൾ റിപ്പബ്ലിക് പാർട്ടിയുടെ ചിഹ്നം ഏതാണ്? ആന. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചിഹ്നം കഴുത. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. പ്രശസ്ത ചരിത്രകാരനായ MGS നാരായണൻ അന്തരിച്ചത് എന്നാണ്? ഉത്തരം 2025 ഏപ്രിൽ 26. അദ്ദേഹം രചിച്ച പ്രശസ്ത ഗ്രന്ഥമാണ് പെരുമാൾസ് ഓഫ് കേരള. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബാങ്കിംഗ് പൂർണ്ണമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഏത് വർഷത്തോടെയാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നീതി ആയോഗ് ലക്ഷ്യമിടുന്നത്? ഉത്തരം 2047. WHO റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത കഫ് സിറപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന വിഷകരമായ സംയുക്തം എന്താണ്? ഡൈ എത്തിലിൻ ഗ്ലൈക്കോൾ. 2025-26 വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനകമ്മി GDPയുടെ എത്ര ശതമാനമാണ്? ഉത്തരം 4.4%. കാർബൺ ന്യൂട്രൽ കൃഷിരീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ ആക്കാനുള്ള അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയോജക മണ്ഡലം ഏതാണ്? ഉത്തരം വട്ടിയൂർക്കാവ്. കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരാണ്? റെയ്ല ഒഡിങ്ക. റെയ്ല ഒഡിങ്കയാണ് കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ പാമ്പൻ പാലത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണിത്. നീളം 2.7 കിലോമീറ്റർ. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ അധ്യക്ഷം ഏത് രാജ്യമാണ്? ഉത്തരം ഇന്ത്യ. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം ഉറപ്പാക്കുന്ന എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമാണ് 2023 പാസാക്കിയത്? ഉത്തരം 106ാമത് ഭരണഘടനാ ഭേദഗതി. കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി ഏതാണ്? ഉത്തരം കിൻഫ്ര. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? ഉത്തരം ദീപാവലി. 2025 ഉൾപ്പെട്ടു. ഗുജറാത്തിലെ ഗർഭനൃത്തം 2023 ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു? ഉത്തരം കസാൻ, റഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം എവിടെയാണ്? ഉത്തരം നവി മുംബൈ വിമാനത്താവളം. നവി മുംബൈ വിമാനത്താവളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ ഗംഗ. 2025 അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? ഉത്തരം തന്തപ്പേര്. 2026 ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്?
വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? ലിയോ 14 മാർപ്പാപ്പ. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാ തീർത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപ നാണയം നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹസങ്കരം ഏതാണ്? നിക്കൽ, സിൽവർ. അപ്പോൾ കുട്ടികളെ, നമ്മുടെ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ GK ആണെങ്കിലും കറണ്ട് അഫയേഴ്സും അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് സാധിക്കട്ടെ. മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങളുടെ ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങളെ സഹായിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും SSCയുടെയോ PSCയുടെയോ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒഫീഷ്യൽ മെയിലിലേക്കോ വാട്സപ്പിലേക്കോ മെസ്സേജ് അയയ്ക്കുക. കൺസേൺ ടീം നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.